എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഭൂരിഭാഗം മുജാഹിദുകളും UDF പിന്തുണ കൊടുക്കുന്നവരാണ്. ഒരിക്കലും UDF ഞങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നിങ്ങൾക്കാണ് പിന്തുണ നൽകുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രീയ വിലപേശലിന് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ശ്രമിക്കാറില്ല. മുഹമ്മദ് അബ്ദുൽ വഹാബിനെയും അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രചരണമാണ് ഈ അക്രമം, കൊല, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൊന്നത്. പച്ചയായ ഈ ബഹുദൈവ വിശ്വാസം, അതായത് ലോകം നിയന്ത്രിക്കുന്നത് ഈ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ രഞ്ജിത്തിൻ്റെ എൻ്റെയൊക്കെ പ്രായമുള്ള സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒരു 30 കൊല്ലം ആയിട്ടുള്ള അദ്ദേഹം മരണപ്പെട്ടിട്ട്. അപ്പോൾ ആ സമയത്ത് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞാൽ, ഇസ്ലാമിനെ പറ്റി പ്രാഥമിക ധാരണയുള്ള ഒരാൾക്കത് അംഗീകരിക്കാൻ കഴിയും? ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങി വെച്ച ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സുന്നികളിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു എന്നത് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്? ആരാധന അള്ളാഹുവിന് മാത്രമേ നടത്താൻ പാടുള്ളൂ. സ്രഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവരെ മറുപടി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ഇതിനെ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ഇപ്പറഞ്ഞ മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ഇവരോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവർ തിരുത്തിയത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ഹനീഫ് കായക്കൊടിയാണ് എനിക്കൊപ്പം. നമസ്കാരം. ഇപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു 100 വർഷം തികയാണ്. അപ്പോൾ കേരളത്തിലെ മുജാഹിദുകളെ വഹാബികളെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകളെന്നും സലഫികളെന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ മുജാഹിദ് വിഭാഗത്തെ വിളിക്കാൻ ഇതിൽ ഏത് പേരായിരിക്കും വളരെ ആപ്റ്റായ ഒരു പേര് പറയുകയാണെങ്കിൽ? ഓരോ പേരും ഓരോ സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ സലഫികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവികരായ ആളുകൾ, അതായത് ഉത്തമ നൂറ്റാണ്ട് എന്ന് നമ്മൾ പറയും. അതായത് പ്രവാചകൻ ജീവിച്ച നൂറ്റാണ്ട്, പിന്നെ അതിനടുത്ത തലമുറ, പിന്നെ അതിനടുത്ത തലമുറ, ഈ 3 തലമുറ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളെ പിൻപറ്റുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് സലഫികൾ എന്ന് വിളിക്കുന്നത്. ഇസ്ലാഹി എന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം എന്നറിയപ്പെടാനുള്ള ഒരു കാരണം അതുകൂടിയാണ്. ഇവിടെ മുജാഹിദുകൾ നടത്തിയ നവോത്ഥാന പ്രവർത്തനം, നമുക്കറിയാം 1920 മുതലാണ് ഈ ഒരു സംഘടിതമായ നവോത്ഥാന പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത്. ആ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഒരു പേര് മുജാഹിദ് പ്രസ്ഥാനത്തെ നമ്മൾ വിളിക്കുന്നത്. മറ്റൊന്ന് വഹാബികൾ എന്നത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപമായി ആളുകൾ പറയുന്നതാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന നവോത്ഥാന പ്രവർത്തനം, അത് ഇന്നത്തെ സൗദി അറേബ്യയെ രൂപപ്പെടുത്തുന്നതിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി മരണപ്പെട്ടല്ലോ, അവിടുത്തെ ഭരണകൂടം ആൽ സൂദ് എന്നും അവിടുത്തെ പണ്ഡിതന്മാർ ആൽ ഷെയ്ഖ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ആൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്ന ആശയമാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകൾ, അതൊരു പുതിയ ആശയമാണ്, പുതിയ ഒരു ചിന്താഗതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ പൗരോഹിത്യം വിളിച്ച ഒരു പേരാണ് വഹാബി എന്ന് പറയുന്നത്. സ്വീകാര്യമായ ഒരു പേരല്ല, അല്ല, നമ്മളത് അംഗീകരിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ല നമ്മുടെ ആശയ സ്രോതസ് എന്ന് പറയുന്നത്. ഒരു നവോത്ഥാനത്തിൻ്റെ നീണ്ട ചരിത്രത്തിൽ സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന നവോത്ഥാന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു മഹാനായ മനുഷ്യൻ എന്നുള്ള ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിലാണ് നമ്മൾ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കാണുന്നത്. അതിലൊരു തർക്കത്തിൻ്റെ കാരണം ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിലുള്ള ഒരു മസോണിസ്റ്റ് ത്രയങ്ങൾ എന്നൊക്കെ സുന്നി വിശേഷിപ്പിക്കുന്ന അവരുടെ ഒരു പാരമ്പര്യമാണ് ഇവിടുത്തെ മുജാഹിദുകൾ പിൻപറ്റുന്നത് എന്നുള്ളതാണ്. അൽമനാറിലെ ലേഖനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ രണ്ടും കൂടിയാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള സ്വാധീനമുണ്ട്, മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആ സ്വാധീനമുണ്ട്, അതേപോലെ ഈജിപ്തിൽ നിന്നുള്ള സ്വാധീനമുണ്ട്. കാരണം അന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകൾ, ഇപ്പം ഇവിടെ അൽമനാർ, റഷീദ് റിളിയുടെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ അവരെ സ്വാധീനിക്കുകയും ആ നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ അടിസ്ഥാന സ്രോതസ് എന്താണോ വിശുദ്ധ ഖുർആൻ പറയുന്നത്, എന്താണോ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, അതായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിൽ രണ്ടിലും രണ്ട് വ്യത്യസ്ത ധാരകളാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 1979 പുളിക്കൽ സമ്മേളനത്തോടു കൂടിയാണ് ഈ സലഫിസത്തിൻ്റെ ഒരു സ്വാധീനം കൂടുതലായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ വരുന്നത്. അതിന് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനു മുൻപ് ഈ ഒരു ഈജിപ്ഷ്യൻ ജമാലുദ്ദീൻ അവരുടെയൊക്കെ ഒരു പാരമ്പര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊരു റാഡിക്കൽ മുജാഹിദ് വിഭാഗങ്ങളാണ് സൗദി പാരമ്പര്യത്തിൽ വരുന്നതെന്നും കുറച്ചുകൂടി ലിബറൽ സമീപനമാണ് ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിനെന്നും ആ ലിബറൽ സമീപനമാണ് കേരളത്തിലെ മുജാഹിദുകൾ തുടക്കത്തിൽ ഈ ഐക്യസംഘത്തിൻ്റെ രൂപീകരണം മുതൽ പിന്തുടർന്നത് എന്നുള്ളതാണ് സുന്നികളുടെ ഒരു ആക്ഷേപം.
അത് വസ്തുതാ വിരുദ്ധമാണത്. ഞാനീ പറഞ്ഞതുപോലെ രണ്ട് ചിന്താഗതിയുടെയും സ്വാധീനം എന്തുണ്ടായിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ഈജിപ്ഷ്യൻ സ്വാധീനമാണെന്ന് അങ്ങനെയല്ല. കാരണം അതിനും ഇപ്പോൾ പുളിക്കൽ സമ്മേളനത്തിന്റെ മുമ്പാണല്ലോ കെ എം മൗലവിയൊക്കെ ജീവിച്ചിരുന്നത്. കെ എം മൗലവിയൊക്കെ സൗദി അറേബ്യയിൽ പോവുകയും അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് സംസാരിക്കുകയും അവിടുത്തെ ഭരണകൂടത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം കെ മൗലവിയുടെ കാലം മുതൽ തന്നെ സൗദി അറേബ്യയുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷേ രണ്ടിനും വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ സൗദിയിലൊക്കെ ആണെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്ന ഈ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഫോളോ ചെയ്യുന്നവർ മാത്രം ശരിയെന്നും മറ്റുള്ളവരെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്കൊക്കെ പോയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല, കുറച്ചുകൂടി ഒരു ലിബറലായ സമീപനമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഫോളോ അപ്പാണ് ഇവിടെ കേരളത്തിൽ നടന്നതെന്നുള്ളതാണ് ചരിത്രപരമായി വായിക്കുമ്പോൾ നമുക്കും മനസ്സിലാവും. അല്ല, അത് ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെയും അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രചരണമാണ് ഈ അക്രമം, കൊല, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൊന്നത്. സ്വാഭാവികമായും ഭരണകൂടങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഏത് രാജ്യത്തായാലും. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടത്തേക്ക് കടന്നു വന്നു, ഹിന്ദു ഭരണാധികാരികളെ മുസ്ലിം ഭരണാധികാരികൾ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നതിലുള്ള ഒരു വസ്തുതാ വിരുദ്ധത ഉണ്ടല്ലോ. അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത്. അതുപോലെ ഈ സൗദി അറേബ്യയും അത് കേന്ദ്രമായി ഭരണം നടത്തുകയും ചെയ്തിരുന്ന ആളുകൾ തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് പോലും വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ചപ്പോൾ അവിടത്തേക്ക് മറ്റു ഭരണാധികാരികൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ കടന്നു വന്നപ്പോണ്ടായ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നുള്ളതല്ലാതെ ഇതിനെതിരെ നിൽക്കുന്ന ആളുകളെ മുഴുവൻ കൊന്നൊടുക്കി വന്നു എന്ന ഒരു പ്രചാരണം ശരിയല്ലാത്ത അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല. അല്ലല്ല, അവിടെ ഈ ആക്രമിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് അവരുടെ മുതലുകൾ പങ്കിട്ടെടുക്കുന്ന അതിനൊരു പ്രത്യേക അറബി പദമൊക്കെ ഉപയോഗിക്കാറുണ്ട്, കനിമത്തുകൾ. അതാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണത്. അതിപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണം നമുക്ക് വേഗം മനസ്സിലാകാൻ ഈ ഒരു ഉദാഹരണം മതി. ഇപ്പം ഇവിടത്തേക്ക് കടന്നു വന്ന മുസ്ലിം ഭരണാധികാരികൾ ചിലപ്പോൾ പലപ്പോഴും അത്തരം ഭരണാധികാരികളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് പോലും ആരായിരിക്കും? ഈ രാജാവിനോട് വിരോധമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ പെട്ട അമുസ്ലിം രാജാക്കന്മാരോ അല്ലെങ്കിൽ തൊട്ടടുത്ത നാട്ടുരാജാക്കന്മാരോ ആവും. അപ്പോൾ ആ അക്രമത്തിൽ സ്വാഭാവികം ലഭിക്കുന്ന യുദ്ധമുതലുകൾ എന്ത് ചെയ്യും? അത് വീതിക്കപ്പെടില്ല. അതല്ലാതെ മുസ്ലിമും തമ്മിലുള്ള യുദ്ധമല്ല, ഈ മുസ്ലിം അല്ല അതിനെ. അപ്പോൾ സ്വാഭാവികമായും അതുപോലെ ഈ രാജ്യങ്ങൾ ഇതൊക്കെ അന്നും അവിടെയും എന്ത് തന്നെയാണ്, ഈ നാട്ടുരാജ്യങ്ങളും നാട്ടുഭരണാധികാരികളും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വരവിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് യുദ്ധം നടന്നാൽ യുദ്ധമുതലുകൾ വീതിക്കപ്പെടുക എന്നുള്ളത്. അതല്ലാതെ ഈ ഒരു തരത്തിൽ എല്ലാവരെയും ആക്രമിക്കുകയും ഇപ്പോൾ സൗദി അറേബ്യയുടെ അത്തരം കാര്യങ്ങളിലെ നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ട് സ്വാധീനം ഉണ്ട് എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായി ആശയപരമായ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി സ്വതന്ത്രമായ ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഇവരുടെ ഈജിപ്ഷ്യൻ ലൈനിൽ നമുക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് പ്രമാണങ്ങളോട് കുറച്ചുകൂടി കൂറു പുലർത്തുന്ന സമീപനം ഈ സൗദി അറേബ്യയുടെ സമീപനത്തിലാണ്. അവിടെ നിന്നുണ്ടാകുന്ന ആ ഒരു ലൈനിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടും കൂടി ചേർന്ന ഒരു സമീപനമാണ് കേരളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തു നിന്ന് വന്നതിനോട് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ്, കമ്മിറ്റ്മെന്റ്, കടപ്പാട് ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ പ്രമാണങ്ങളെ മാത്രമാണ് ഈ വിഷയത്തിൽ പരിഗണിക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയുടെ ലൈന് എന്നൊക്കെ പറയുമ്പോൾ അതിലിപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ പണ്ഡിതന്മാർ പറയുന്ന നിലപാടുകളും പ്രമാണങ്ങൾക്കെതിരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാറ്റിവെക്കാറുണ്ട്. അതേപോലെ ജമാലുദ്ദീൻ അഫ്ഗാനിയെ മുഹമ്മദ് അബ്ദയായാലും ഇനി അതല്ലെങ്കിൽ റഷീദ് അലിയായാലും അവരുടെ പ്രമാണവിരുദ്ധമായ വീക്ഷണങ്ങളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാറ്റിവെക്കാറുണ്ട്. കാരണം അതിനേക്കാൾ വലിയ പണ്ഡിതന്മാരായിരുന്നല്ലോ ഈ മദ്ഹബിന്റെ ഇമാമുകൾ. അതെ, ഈ മദ്ഹബിന്റെ ഇമാമുകൾ എന്ന് പറഞ്ഞ ഇവരെക്കാളൊക്കെ വലിയ പണ്ഡിതർ. അതിനെപ്പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അന്ധമായി സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ സുന്നികളിൽ നിന്ന് വലിയ തോതിൽ അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഷിർക്കും അതുപോലെ തൗഹീദും ഷിർക്കും തമ്മിലുള്ള, അതുപോലെ ഈ സുന്നത്തും വിദേയത്തും തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ പേരിലാണ് ഈ സുന്നികൾക്കെതിരെ മുജാഹിദുകൾ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഈ കാര്യത്തിൽ എന്തെല്ലാം പ്രവർത്തികളിൽ ഇപ്പോഴും നേരത്തെ ഉന്നയിച്ച പല വിഷയങ്ങളുണ്ട്, അതിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഷിർക്കിൻ്റെ വശങ്ങൾ ഇപ്പോഴും സുന്നികളിൽ ഉണ്ട് എന്ന് കരുതുന്നുണ്ട്? തീർച്ചയായും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുന്നികൾ പോലും ഇത് തുറന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വിവാദമാണല്ലോ, CM മടവൂര് ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയാണ്. എന്നാൽ അത് പറയാൻ പാടില്ല എന്ന് സുന്നികളിലെ ഒരു വിഭാഗത്തിന് തന്നെ പറയേണ്ടി വന്നല്ലോ. അപ്പം പച്ചയായ ഈ ബഹുദൈവ വിശ്വാസം, അതായത് ലോകം നിയന്ത്രിക്കുന്നത്
ഈ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ പിന്നെ രഞ്ജിത്തിൻ്റെ എൻ്റെയൊക്കെ പ്രായമുള്ള സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒരു 30 കൊല്ലം ആയിട്ടുള്ള അദ്ദേഹം മരണപ്പെട്ടിട്ട്. അപ്പോൾ ആ സമയത്ത് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞാൽ, ഇസ്ലാമിനെ പറ്റി പ്രാഥമിക ധാരണയുള്ള ഒരാൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ? തൗഹീദുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ ശവകുടീരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അവിടെ പോയി പ്രാർത്ഥന നടത്തുകയും അവിടത്തേക്ക് നേർച്ചയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ പുതിയ അനാചാരങ്ങളും അതേപോലെ ആത്മീയ ചൂഷണത്തിൻ്റെ പുതിയ വഴികളും, മുടി വളർന്നുകൊണ്ട്, ഇതൊന്നും ഇപ്പോൾ മുജാഹിദുകൾ പറയേണ്ടതില്ല. കാരണം മുടി വളരുന്നു എന്ന് കാന്തപുരം പറയുമ്പോൾ അത് വളരുന്നില്ല എന്ന് പറയുന്നത് ആര് തന്നെയാണ്? സുന്നികൾ തന്നെയാണ്. അതായത് മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ നവോത്ഥാന ആശയങ്ങൾ പക്ക പിൻപറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു സ്വാധീനം ഇപ്പോൾ സുന്നികളിൽ ഉണ്ട്. അത് തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 1930 സമസ്ത സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീകൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസ്സാക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ പ്രസംഗം, ഒരു പണ്ഡിത സഭ യോഗം ചേർന്ന് പ്രമേയം പാസ്സാക്കുകയാണ്. പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല, അത് ശറയിൽ മക്രൂഹായതാണ്, വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കുകയാണ്. ഇന്നേ വരെ സമസ്ത, ഇപ്പോൾ 1930 കഴിഞ്ഞിട്ട് ഇത്രയും കാലമായല്ലോ, സമസ്ത ചേർന്നിട്ട് എന്ത് പറഞ്ഞിട്ടില്ല? സ്ത്രീകൾ കയ്യെഴുത്ത് പഠിക്കണം എന്നൊരു തീരുമാനം, ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് പറയണ്ട. ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സമൂഹം എന്ത് ചെയ്തു? അത് ഏറ്റെടുത്തു. ആ സമൂഹത്തിൻ്റെ പിന്നാലെ സമസ്തക്ക് വരേണ്ടി വന്നു. ഈ സ്ത്രീ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടാണ് ശരിയെന്ന് സുന്നികൾ തീർച്ചയായും. ഇനി നോക്കിക്കോളൂ, നിങ്ങൾ പിന്നെ യാത്ര തുടങ്ങുന്ന ഒരു തുടക്കം, ഇപ്പം ഒരു +2 ഒക്കെ നിങ്ങൾ പഠിക്കുന്ന കാലം, ഏതെങ്കിലും പള്ളികളുടെ മുമ്പിൽ നിങ്ങൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്നുള്ള ബോർഡ് കണ്ടിരുന്നോ? ഇപ്പോഴാണത് വരാൻ തുടങ്ങി. ഒരു 10-15 കൊല്ലമായിട്ടേ ഉള്ളൂ. ഇപ്പോഴും മുജാഹിദ് പള്ളികൾക്ക് മുമ്പിൽ സ്ത്രീകൾക്ക് സൗകര്യം എന്നുള്ള സ്ത്രീകൾ എന്നുള്ള ബോർഡ് ഉണ്ടാവും. പക്ഷെ സുന്നികളുടെ പള്ളിയുടെ മുമ്പിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്ന് പ്രത്യേകമായി ഒരു ബോർഡ് വെച്ച് അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സൗകര്യം, ഇങ്ങനെ പല വിഷയങ്ങളിലും. അതേപോലെ ഖുതുബ, മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു തർക്കമായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന, അത് മലയാളത്തിലാണോ അല്ലേ, അത് മലയാളത്തിൽ പാടില്ല എന്ന് പറഞ്ഞവർ പിന്നെ ഈ മിമ്പറിൻ്റെ മുകളിൽ നടത്താൻ പാടില്ല, അതിൻ്റെ താഴെ വെച്ച് എന്ത് ചെയ്യാം, എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രസംഗം നടത്തി. അതിനെ പിന്നെ അത് അധികവും തുടങ്ങിയത് EK വിഭാഗത്തിൻ്റെ പള്ളിയിലായിരുന്നു. അപ്പോൾ അതിന് AP വിഭാഗം അതിനെ ആക്ഷേപപൂർവ്വം പറഞ്ഞത് തറപ്രസംഗം, തറയിൽ വെച്ചാണ്, മിമ്പറിൻ്റെ പോലെ നടത്താൻ പാടില്ല, തറയിൽ വെച്ച് നടന്ന തറപ്രസംഗത്തിൻ്റെ ആളുകളായി. ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ പരിശോധിച്ചാലും ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങി വെച്ച ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സുന്നികളിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു എന്നത് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. ഇപ്പോഴും മുജാഹിദുകൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആ തുടരുന്നതിൽ ഇപ്പോൾ ഷിർക്കിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് സുന്നികളാണെന്ന് മുജാഹിദ് പറയുമ്പോൾ തിരിച്ച് ഇസ്ലാമിൻ്റെ വഴിയിൽ നിന്ന് വിധേയത്തായി പോയവരാണ് മുജാഹിദുകൾ എന്ന് അവർ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഒരു സംഘടനാ ഫലം എന്നതിനപ്പുറത്തേക്ക് ആശയപരമായിട്ട് എന്തെങ്കിലും അടിത്തറ ഉണ്ടോ അതിന്? അല്ല, എന്ന് വെച്ചാൽ ഇവിടെ പാരമ്പര്യം എന്നതൊരു വൈകാരികതയാണല്ലോ. ഏത് സാധാരണക്കാരനെയും പിന്നെ ഒന്ന് തളച്ചിടാൻ പറ്റുന്നൊരു വൈകാരികതയാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ശരിയല്ല എന്ന് പറയുമ്പോൾ ഈ പൗരോഹിത്യം സാധാരണക്കാരായ ആളുകളോട് ചോദിക്കുന്നത്, പിന്നെ നിങ്ങളുടെ വാപ്പ ചെയ്തതല്ലേ, നിങ്ങളുടെ വാപ്പാൻ്റെ വാപ്പ ചെയ്തതല്ലേ എന്ന് ചോദിച്ചൊരു വൈകാരികത ആളുകളുടെ ഇടയിൽ സൃഷ്ടിക്കുന്ന ഒരു സമീപനം ഉണ്ട്. പക്ഷേ ഇപ്പോൾ തലമുറ പഠിക്കാൻ തുടങ്ങിയപ്പോൾ, ആളുകൾ വിദ്യാഭ്യാസം നേടാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു വൈകാരികത ഇളക്കിവിടാൻ സ്വാഭാവികമായിട്ടും സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. ഇവിടെ പുതിയ ആചാരം എന്ന് മുജാഹിദികൾ എപ്പോഴും ചോദിക്കുന്നതാണ്, എന്താണ് മുജാഹിദികൾ പുതിയതായി ഉണ്ടാക്കുന്നത്? പ്രവാചകൻ പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ പ്രവാചകന്റെ അനുചരന്മാരുടെ ജീവിതത്തിൽ ഇല്ലാത്ത ചില വാശികളുണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മൾ നിസ്കാരത്തിൻ്റെ കൈ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട്, ജുമാ നിസ്കാരത്തിൻ്റെ സമയത്തുള്ള 2 ബാങ്കുവിളികളുമായി ബന്ധപ്പെട്ട്, അതുപോലെ സുബൈ നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച്, ഖുനീത്തിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെയുള്ള കടുംപിടുത്തങ്ങൾ ഇപ്പോഴും ഉണ്ടോ മുജാഹിദ് പ്രസ്ഥാനം? അത് തന്നെയാണ് പറയുന്നത്. കാരണം അതൊരു ഏതെങ്കിലും ഒരു കാലത്ത് മാത്രം പരിമിതമായ വാശിയുടെയോ അല്ലെങ്കിൽ കടുംപിടുത്തത്തിൻ്റെയോ വിഷയമല്ല. ചോദിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു മുസ്ലിം ഐക്യം എന്നൊക്കെ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാന്നൊക്കെയുള്ള ആശയപരമായിട്ടുള്ള അങ്ങനെയുള്ള ചിന്തകൾ, അങ്ങനെയുള്ള ആലോചനകൾ നടക്കുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമല്ലോ, ആ അർത്ഥത്തിൽ ചോദിച്ചാണ്. ഇല്ല, അത് ഉണ്ടായിരുന്ന കാലത്തും, നിങ്ങൾ ഈ പറയുന്ന കടുംപിടുത്തം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പോലും വിശ്വസിക്കുന്ന കാലത്തും മുസ്ലിം ഐക്യം വളരെ സജീവമായി നിലനിന്നിരുന്നല്ലോ. അതിൻ്റെ പേരിലാണല്ലോ യഥാർത്ഥത്തിൽ സമസ്ത 2ആയി മാറിയത്. മുതലക്കുളം മൈതാനിയിൽ അബു ഹസൻ അലി നദ്വിയുടെ കൂടെ EK മുസ്ലിയാർ വേദി പങ്കിട്ടു.
ശരീഅത്ത് വിഷയത്തിൽ ആ വിവാദ സമയത്ത് അതാണ് സമസ്തയിലെ പിളർപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞത്. അപ്പോൾ അന്നും മുജാഹിദുകൾ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നവരാണ്, ഇന്നും അത് പറയുന്നുണ്ട്. എന്നാൽ ഈ സമുദായവുമായി ബന്ധപ്പെട്ട സമൂഹവുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളിലും ആരുടെയും കൂടെ ഒന്നിച്ചിരിക്കുന്നതിന് ഈ ഇപ്പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം തടസ്സമായി മാറിയിട്ടില്ല. ഈ ഷിർക്കിൻ്റെ വിഷയത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ആരാധനയും പ്രാർത്ഥനയും തമ്മിലുള്ള ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സുന്നികൾ എപ്പോഴും പറയുന്നത് ആരാധനയല്ല പ്രാർത്ഥന. ഇപ്പം നിങ്ങൾ ഒരാളുടെ ഇടനില വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അത് ആരാധനയല്ല, അതിനെ ആരാധനയിൽ നിന്ന് വേറിട്ട് കാണണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഷിർക്കിൻ്റെ തന്നെ ഇതിൽ പലതരത്തിലുള്ള നബിയുമായി ബന്ധപ്പെട്ട് നബിയെ ഇടനില വെക്കുന്നതിനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബൊക്കെ അംഗീകരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരാധനയും പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇതിൽ പോലും ഞാൻ അതിലേക്ക് വരാം. ഇതിൽ പോലും ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ നടത്തിയതായിരുന്നു ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടാവും. അതിൽ ഈ പറഞ്ഞൊരു പ്രയോഗം വരുന്നുണ്ടല്ലോ, ഇടനിലക്കാരായി വെക്കുക, അവരെ കൊണ്ട് ചോദിക്കുക, പറയുക എന്നൊക്കെ. പക്ഷെ ഇതായിരുന്നില്ല സമസ്ത എന്ന് പറയുന്നത്. സമസ്ത നേർക്ക് നേരെ ചോദിച്ചാൽ എന്താ കുഴപ്പമെന്നായിരുന്നു. അതായത് ഇപ്പോൾ പറയണത് ഞങ്ങൾക്ക് ഇന്ന കാര്യം, ഇപ്പോൾ നബിയോട് പറയാണ്, നബിയെ ഞങ്ങൾക്ക് ഇന്ന കാര്യം അള്ളാഹിനോട് നിങ്ങൾ ചോദിച്ച് വാങ്ങിത്തരണേ എന്നതാണ് ഞങ്ങളുടെ ഒരു രീതി എന്നതാണ് ഇപ്പോൾ പലരും വരുത്തി തീർക്കാൻ ശ്രമിക്കും. ഇതാണ് സുന്നികളുടെ വാദം. യഥാർത്ഥത്തിൽ അതായിരുന്നില്ല. സുന്നികളുടെ വാദം എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഇപ്പോൾ മമ്പറം തങ്ങളെ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറയാന്നുള്ളതാണ്. അല്ലാതെ മമ്പറം തങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നൊരു ശുപാർശക്കാരനാക്കി വെക്കുക, അത് വേറൊരു രീതിയാണ്. അപ്പോൾ ഷഫായത്ത് ചെയ്യാനുള്ള അധികാരം ഇവർക്കില്ല എന്നുള്ളത് തന്നെ ഇല്ല. അതിൽ പോലും അവരോടുള്ളൊരു തേട്ടമുണ്ടല്ലോ. നിങ്ങൾ എനിക്ക് അങ്ങനെ തേടുന്നതും ആരാധന എന്ന് പറയുന്നത് അള്ളാഹിന്റെ മുന്നിൽ സുജൂദ്. അപ്പോൾ ഇനി അത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇത് ആരാധനയാവുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പ്രാർത്ഥന ആരാധന? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇവരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാണ്. ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ഈ സമൂഹത്തോട് പറയുമ്പോൾ ഈ സമൂഹത്തിന് അള്ളാഹുവിനെ അറിയാം. മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിനെ അറിയാം. അള്ളാഹുവിനെ അറിയാമെന്ന് മാത്രമല്ല, അവർ കഅബാലയത്തിൻ്റെ അരികിൽ ചില ആരാധനകളൊക്കെ നടത്തുമായിരുന്നു. ഈ ആരാധനകൾ നടത്തുമ്പോൾ അവർ പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഇപ്പോൾ ഹജ്ജ് സീസൺ ആയാൽ ചാനലുകളിലൊക്കെ വരുന്നൊരു വാചകം ഉണ്ടല്ലോ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക്. ഇതിൻ്റെ അതേ രൂപത്തിൽ ഇവർ പറയും, ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്, അള്ളാഹു നിനക്കൊരു പങ്കാളിയില്ല, ഇല്ലാ ശരീക്കൻ ഹുവലക്ക തംലിക്കുഹു വമാ മലക്ന, ഒരു പങ്കാളി, ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നിനക്കുള്ളതാണ്, അത് നീ കൊടുക്കുന്ന കഴിവേ ഈ പങ്കാളിക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞതും വിശ്വസിച്ചത്. ഇവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്? ആരാധന അള്ളാഹുവിന് മാത്രമേ നടത്താൻ പാടുള്ളൂ. സ്രഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവരെ മറുപടി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ഇതിനെ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ഇപ്പറഞ്ഞ മുദബ്ബിറുൽ ആലം ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ഇവരോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവർ തിരുത്തിയത്? എന്തിനാണ് അവർ ഇപ്പോൾ അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവാണ് നിയന്താവ് എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവാണ് കൈകാര്യകർത്താവ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോട് നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ? അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥനയാണ് അള്ളാഹു അല്ലാത്തവരോട് നടത്തിയത് ഏറ്റവും പ്രധാനമായിട്ട്. അതുപോലെ അതായത് മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ, അത് നേരത്തെ മുജാഹിദുകളുടെ വാദമാണ്, മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ ഇത്ര രീതിയിൽ അള്ളാഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരാധനയ്ക്ക്, അതിനല്ലാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത്. അതെ, അള്ളാഹുവിന് പുറമെയാണ് അവർ മറ്റുള്ള, ഖുർആന്റെ പ്രയോഗം അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കരുത് എന്നിനാണ് ഖുർആന്റെ കൽപ്പന. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഇവർ അള്ളാഹു അല്ലാത്തവരോട് നടത്തി. അതുകൊണ്ട് വേഗം അവർക്ക് മനസ്സിലായി ഇത് പറഞ്ഞ എന്താണ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എവിടെയും അദ്ദേഹത്തിന് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു നബിയോടുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല. ഈ തബ്റൂക്ക്, അത് ഈ പ്രാർത്ഥന ഇപ്പം ഈ നടക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു നബിമാർ, ഇപ്പം മഹാമാർ കഴിഞ്ഞു പോയല്ലോ സമൂഹത്തിൽ, ഇപ്പം മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മമ്പർ തങ്ങൾ. ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്താണല്ലോ സ്വഹാബികൾ പലരും രക്തസാക്ഷികളാകുന്നത്. ഇപ്പോൾ ഹംസ റളിയല്ലാഹുവിനൊക്കെ റസൂലെ അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടായ സ്വഹാബിയാണ്. എന്നിട്ട് പോലും അവരുടെ ഖബറുകൾ കെട്ടിയുയർത്തുകയോ അവിടെ പോയി പ്രാർത്ഥിക്കുകയോ അവിടെ ഇന്ന് ഈ നടക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും നേർച്ചകളോ ഈ ആഘോഷങ്ങളോ നടത്തുകയോ ചെയ്യുന്നൊരു സമ്പ്രദായം പ്രവാചകൻ പഠിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പ്രാർത്ഥന ആരോടെ നടത്താൻ പാടുള്ളൂ,
അള്ളാഹുവിനോട് മാത്രമേ അത് പക്ഷേ ആരാധനയിൽ പങ്കാളിയാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാധനയും പ്രാർത്ഥനയും രണ്ടാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ തബ്രൂക്ക് എന്ന് പറയുന്ന ഇസ്തിഗാസ എന്നൊക്കെ പറയുന്ന അതിൽ തന്നെ വഹാബികളുടെ ഒരു പക്ഷം നബിയെ ഇടനില വെക്കാം എന്ന് സൗദി പക്ഷത്തുണ്ട്. ഇല്ല അബ്ദുൽ വഹാബിന്റെ അഭിപ്രായത്തിൽ നബി വഴിയുള്ള ഒരു തേടൽ വളരെ കൃത്യമായി അത് പാടില്ല എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അതിൽ ഈ ഇടവെക്കുക എന്നുള്ളത് 3 രീതിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, നമ്മളുടെ സൽക്കർമ്മങ്ങൾ. ഇപ്പം ഞാനൊരു നല്ല കാര്യം ചെയ്താൽ അത് വെച്ചുകൊണ്ട് പറയാം. ഇനി അല്ലെങ്കിൽ ഞാനൊരു നല്ല മനുഷ്യനോട്, എനിക്ക് നല്ല ആളാണ് എന്ന് തോന്നുന്ന ഒരാളോട് ഞാൻ പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയി പറയണതാണ്. അല്ലാതെ മരണപ്പെട്ടതിന് ശേഷം ഒരാളെ ഇടവെക്കുന്നതിനെ പറ്റി അത് അനുവദനീയാണ് എന്നൊരു സംസാരം മോഹൻ അബ്ദുൽ ഹാവ നടത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സുന്നികൾക്കിടയിലുള്ള ഈ ഷിർക്കായിട്ടുള്ള പ്രാക്ടീസിനെ കുറിച്ച് പറയുമ്പോൾ ആ അഭിപ്രായത്തിൽ മുജാഹിദുകൾക്കൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പേരിലാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വലിയ ഭിന്നിപ്പുകളും പിളർപ്പുകളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ സംസം വെള്ളത്തിന് ബർക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ട്, ഇല്ല എന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ട്. ജിന്നുകളോട് തേടാമെന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ട്, ജിന്നുകളോട് തേടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു മുജാഹിദുകൾക്കിടയിൽ എന്തുകൊണ്ടൊരു ഏകാഭിപ്രായം ഉണ്ടായില്ല ഇക്കാര്യത്തിൽ? അല്ല, സ്വാഭാവികമായും ജനങ്ങളിൽ അങ്ങനെ ഒരു ഭിന്നത ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമല്ലേ. ഇപ്പം പ്രവാചകൻ്റെ കാലത്ത് ഒരൊറ്റ ഇസ്ലാമല്ലേ ഉള്ളൂ. അതിനുശേഷമാണല്ലോ ഈ അവാന്തര വിഭാഗങ്ങളൊക്കെ കടന്നു വന്നത്. അത് സ്വാഭാവികമായും ഏത് സൊസൈറ്റിയിലും ഏത് കാലത്തും ഉണ്ടാകുന്നതാണ് ഇത്തരം ഭിന്നതകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്, പ്രവാചകനും പറഞ്ഞ കാര്യമാണ്, ഈ ഭിന്നതകൾ ഉണ്ടാകും. അപ്പോൾ ആ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് സ്റ്റാൻഡ് സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ജിന്നുകളോട് സഹായം തേടിയാൽ അത് ഷിർക്കിൻ്റെ ഭാഗമാവുകയില്ല എന്ന വാദം ഒരു വിഭാഗം ആളുകൾ പറയാണ്. ഇപ്പോൾ രാത്രിയുടെ ഒരു 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ച ഒന്നുകൂടി സജീവമാകുന്നത്. അത് രാത്രിയുടെ ഇരുട്ടിൽ നടന്നു പോകുന്ന ഒരാൾ പിന്നെ ഒരു ശബ്ദം കേൾക്കുന്നു, അതൊരു ജിന്നാണെന്ന് അയാൾ വിശ്വസിക്കുന്നു, എന്നിട്ട് ആ ജിന്നിനോട് വെളിച്ചം തേടുന്നു. അങ്ങനെ വെളിച്ചം തേടിയാൽ അത് ശിർക്കാകുമോ ഇല്ലേ എന്നതാണ്. അല്ലെങ്കിൽ ഒരാളൊരു പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്നു, അവിടെ ജിന്നുണ്ടെന്ന് ഒരാൾ വിചാരിക്കുന്നു, എന്നിട്ട് ജിന്നിനോട് തേടിയാൽ ശിർക്കാകും. ഇത് ശിർക്കാണ് എന്ന കാര്യത്തിൽ വിശുദ്ധ ഖുർആനിനോ പ്രവാചകൻ്റെ ചര്യയോ പരിശോധിക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. സ്വാഭാവികമായും ഇപ്പോൾ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി. കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നാണ് പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി പോകുന്നത്. അപ്പോൾ ഇതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വിഭാഗം, ഒരു പുതിയ ചിന്താഗതിയുമായിട്ട് ആളുകൾ കടന്നു വന്നു. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ഒരു ചിന്ത കടന്നു വന്നു. ആ ചിന്തയായിട്ട് കുറച്ച് ആളുകൾ പുറത്തുപോയി. സാധാരണ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവർ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ സംസം വെള്ളവുമായി വരുമ്പോൾ ആ സംസം വെള്ളത്തിന് പിന്നെ അതിൻ്റെ ഒരു പരിശുദ്ധി ഇല്ല, അതിന് ബർക്കത്തില്ല എന്ന് വിശ്വസിക്കുമ്പോഴേക്കും പിന്നെ അതൊരു കൺഫ്യൂഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിന് സംസം വെള്ളത്തിന് പവിത്രതയുണ്ട് എന്ന് നമ്മൾ എന്തടിസ്ഥാനത്തിൽ പറയുന്നു? നമ്മളത് പറയാനുള്ള കാരണം പ്രവാചകൻ പഠിപ്പിച്ചതാണ്. സംസം വെള്ളത്തിന് പവിത്രതയുണ്ട് എന്നത് പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകനിൽ നിന്ന് അത് പ്രവാചകൻ്റെ അനുയായികൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മളതിന് പവിത്രതയുണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും പവിത്രത ഇല്ല എന്ന് പറയുന്ന ആളുകൾ അതിനുള്ള തെളിവുകൾ ഹാജരാക്കണം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം എന്നും ജനങ്ങളോട് പറയുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ തെളിവുകൾ വെച്ചാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ആദർശം സ്വീകരിക്കേണ്ടത്. നദുവത്തുൽ മുജാഹിദീൻ അതിൻ്റെ ബർക്കത്തുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. പിറന്നു പോകുന്ന സമയത്ത് ഹുസൈൻ മടവൂരൊക്കെയാണ് അതിൻ്റെ തർക്കത്തിൽ തുടക്കക്കാർ. ഇപ്പോൾ ആ ഹുസൈൻ മടവൂരൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ട് തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ അന്ന് ഭിന്നിച്ചു പോകാനുണ്ടായ ചില കാരണങ്ങളുണ്ടായിരുന്നല്ലോ. അന്ന് ഭിന്നിച്ചു പോകുമ്പോഴും ഇത് ഒരു സുപ്രഭാതത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഭിന്നിപ്പിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു സുപ്രഭാതത്തിൽ ഭിന്നിച്ചു പോയതല്ല ആരും, മറിച്ച് നിരന്തരമായ ചർച്ചകൾ ഈ വിഷയങ്ങളിലൊക്കെ നടന്നത് കാണാൻ കഴിയും. ഇപ്പോൾ മടവൂർ വിഭാഗമായി വേറിട്ട് പോയ ആ സമയത്ത് നടന്ന ചർച്ചകളും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഇരു വിഭാഗങ്ങളും. ആ പ്രബന്ധങ്ങൾക്ക് മറുപ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ട് ആ പ്രബന്ധങ്ങൾ വെച്ച് അന്നത്തെ പണ്ഡിത സഭ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതിൽ സംവാദങ്ങൾ നടന്നു പരസ്പരം. അതിനുശേഷം പണ്ഡിത സഭ തീരുമാനങ്ങളെടുത്തു. ഈ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയും പിന്നെ സംഘടനാപരമായ ചില കാര്യങ്ങളുമായി ഇത് തീരുമാനിക്കാതെ പിന്നെ പുറത്തു പോവുകയും ഇതിന് വിരുദ്ധമായ ആശയങ്ങൾ പറയാൻ തുടങ്ങുകയും ചെയ്തു. സ്വാഭാവികമായും ഐക്യം നടക്കാൻ തുടങ്ങുമ്പോൾ ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഇരുത്തത്തിൽ തന്നെ ചർച്ചയിൽ തന്നെ ഉയർന്നു വന്ന ഒരു കാര്യം, നമ്മൾ ജമിയത്തുൽ ഉലമ നമ്മുടെ മുമ്പിലെടുത്ത തീരുമാനമുണ്ട്. ഈ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐക്യവുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തത് എന്താണ്
എന്ന് അന്നത്തെ മർക്കസ് ദേവ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ചോദിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു, പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു, വീക്ഷണങ്ങൾ പറഞ്ഞു. അതിൽ ഈ പറഞ്ഞ എല്ലാറ്റിനും അടിസ്ഥാനപരമായുള്ള നിലപാടുകൾ, സ്വഹീഹ് ഹദീസുകൾ സ്വീകരിക്കണം എന്നുള്ള നിലപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തി അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഐക്യമുണ്ടാകുന്നത്. വ്യക്തിപരമായ ആളുകൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായങ്ങളുണ്ടാകും, പക്ഷേ സംഘടനയുടെ നിലപാട് കേരള ജമിയത്തുലമ ആ വിഷയത്തിൽ പറഞ്ഞതാണ്. ഖുറാൻ്റെയും തിരുസുന്നത്തിൻ്റെയും മാർഗം മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ അതിനുശേഷമുണ്ടാവുന്ന ഒരു ലോകത്ത് ആ ലോകക്രമത്തിൽ പുതിയ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഈ തിരുസുന്നത്തിൽ പറയപ്പെടാത്ത, നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത, വിശുദ്ധ ഖുറാനിൽ പരാമർശിക്കപ്പെടാത്ത കാര്യങ്ങൾ, അവിടെയാണ് ഈ ഇജ്തിഹാദിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം വരുന്നത്. അവിടെ ഈ തഖ്ലീദ് എന്ന് പറയുന്ന അന്ധമായ ഒരു ഫോളോ അപ്പ് വേണം എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. ആ തഖ്ലീദ് എപ്പോഴും ഒരു തെറ്റായ മാർഗമാണല്ലോ. അല്ല, തഖ്ലീദ് വേണം എന്നല്ല മുജാഹിദ് പറയുന്നത്, തഖ്ലീദ് പാടില്ല എന്നാണ്. പക്ഷേ മുജാഹിദുകൾ അവിടെ പറയും അല്ല, അതാണ് വിഷയം. മുജാഹിദുകൾ അവിടെ പറയുന്നത് ഇത്തിബാൻ, ഖുർആനെയും പ്രവാചകചര്യയും പിൻപറ്റുക, ആ തെളിവുകൾ നോക്കി പിൻപറ്റുക. എന്നാൽ അവിടെ മാത്രമാണോ? അല്ല, അതിനുശേഷം ഇജ്മാ ഉണ്ട്, ഓരോ കാലത്തുമുള്ള പണ്ഡിതന്മാർ ഏകോപിച്ച് പറയുന്നത്. ഖിയാസ് ഉണ്ട്, വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഇതിനോട് താരതമ്യം ചെയ്യുന്ന രീതിയുണ്ട്. ഇജ്തിഹാദ് ഉണ്ട്, ഇതിനൊക്കെയുള്ള അവകാശങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മുജാഹിദുകൾ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഓരോ കാലത്തും പണ്ഡിതന്മാർ ആധുനികമായി ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതും ഈ സമൂഹത്തോട് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അത് തൗഹീദിന് വിരുദ്ധമാകുന്നേ ഉള്ളൂ. അത്ര ഈ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകരുത് എന്ന് മാത്രം. പ്രമാണവിരുദ്ധമല്ലാത്ത ഗവേഷണങ്ങളും അതിൻ്റെ സാധ്യതയിലുള്ള തീർച്ചയായും പരിഷ്കാരങ്ങളും ആവാതെ ഈ പ്രമാണം ആണ് നമ്മുടെ ബേസ്. ആ ബേസിൽ നിന്നുകൊണ്ട് ഏത് തരത്തിലുള്ള ഗവേഷണങ്ങളും നടത്തുകയും അതിനോട് അനുയോജ്യമായ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഈ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളോടൊക്കെ തുടക്കത്തിൽ മുജാഹിദ് വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നുവെന്നും അതിൽ ഇവിടെയല്ല, ഈജിപ്ഷ്യനിലും സൗദിയിൽ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടായിരുന്നുവെന്നും അത് കാരണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. തിരുസുന്നത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു വിശ്വാസം അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം തിന്മകൾക്ക് വേണ്ടി അത് ഉപയോഗിക്കരുത് എന്ന് പറയും, അത് സ്വാഭാവികമാണല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ മതബോധം ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും മൂല്യബോധമുള്ള ആളുകൾ പറയുമല്ലോ, നമ്മുടെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ ഇത് പറയുന്നത് ഈ ഉൽപ്പന്നത്തോടുള്ള എതിർപ്പ് കൊണ്ടല്ലല്ലോ, മറിച്ച് അത് തെറ്റായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിലക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പൊതുവെ ഞാൻ മുജാഹിദുകൾ വിഭാഗത്തിന് എതിരെ മാത്രമല്ല, പൊതുവെ മുസ്ലിം സമുദായത്തിനെതിരെ വരുന്ന ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടും എക്സ് മുസ്ലിം യുക്തിവാദത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന ആരോപണങ്ങൾ, അതിൽ മുജാഹിദ് വിഭാഗം എല്ലാ കാലത്തും മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ പുതിയ എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വിഷയം, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത്, സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന ആശയത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ പുതിയ കാലഘട്ടത്തിൽ അഭിപ്രായം എന്താണ്? ഈ സ്ത്രീയും പുരുഷനും തുല്യരാകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനം. നീതിയുടെ അടിസ്ഥാനത്തിൽ. അതായത് ഒരു അനീതി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു അക്രമം ഉണ്ടായി, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അവിടെ സ്ത്രീയാണ് എന്നതുകൊണ്ട് മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. ഈ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് അതല്ലല്ലോ ശരിക്കും ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിനപ്പുറത്ത് ഈ ലിബറലിസ്റ്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സാമൂഹ്യ നീതിയുടെ വശമല്ല, അതിനപ്പുറത്ത് ചില കാര്യങ്ങളാണ്. അതായത് അത് പറഞ്ഞ് ഏതുവരെ എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്വത്വം അത് സ്ത്രീത്വമാണോ അതല്ല പുരുഷത്വമാണോ ആണത്വമാണോ പെണ്ണത്വമാണോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് വരെ പറയുന്നിടത്ത് അതെത്തുമ്പോഴാണ് നീതിയുടെ വിഷയത്തിൽ. അത് ഖുർആനിൻ്റെ കൽപ്പന അതാണ്, സ്ത്രീയാണ് എന്നതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. ഭാര്യയാണ് എന്നതുകൊണ്ട് മാത്രം ഭാര്യയോട് എന്ത് ചെയ്യാൻ പാടില്ല? അനീതി കാണിക്കപ്പെടാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഈ നീതിയെക്കുറിച്ചും സാമൂഹ്യ നീതിയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചുമൊക്കെ സംസാരിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ അതെന്തല്ല, ഒരിക്കലും ഇപ്പറഞ്ഞതുപോലെ ഈ ആളുകളുടെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ സിസ്റ്റത്തെ അങ്ങനെ തന്നെ തകർക്കുകയും ഇവിടെ ഒരുതരം അത്യാചാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. ഇപ്പോൾ ഈ സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുന്നത് അവരുടെ ഒരു സാമൂഹിക പദവിയുടെ അടിസ്ഥാനത്തിലാണ്. സമൂഹത്തിൽ പുരുഷന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും സ്ത്രീക്കും കിട്ടുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹിക നീതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സമത്വത്തെ അംഗീകരിക്കുന്നുണ്ട്. സ്ത്രീക്ക് ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട്, ആ മതത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു പുരുഷന് എവിടെയൊക്കെ എന്തൊക്കെ ജോലികൾ, അപ്പോൾ അതൊക്കെയാണല്ലോ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ ഒരു സ്ത്രീ ചെയ്യുന്നതിനൊന്നും മതം തടസ്സമോ അത് ചെയ്യരുത് എന്ന് പറയുന്നോ ഇല്ല.
നേരെ മറിച്ച് മതത്തിൻ്റെ കൽപ്പനകൾ ബലികഴിച്ചുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് പുരുഷനാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. മതത്തിൻ്റെ കൽപ്പനകളിൽ തന്നെ കാലത്തിനൊപ്പിച്ചുള്ള ഒരു വായനയുണ്ടല്ലോ. ആ കാലത്തിനൊപ്പിച്ചുള്ള വായനയിൽ ചില നീതി സ്ത്രീകൾക്ക് കൊടുത്തൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കരാറിൽ ഒപ്പുവെക്കുമ്പോൾ 2 സ്ത്രീകളാണെങ്കിൽ 2 സ്ത്രീകൾ വേണം, ഒരു പുരുഷൻ, അല്ലെങ്കിൽ 2 പുരുഷന്മാരാണെങ്കിൽ 2 പുരുഷന്മാർ മതി. ഇത് സ്ത്രീ എന്ന് പറയുന്നതിനെ ഒരു 2ാം കിട പൗരനായിട്ട് കണക്കാക്കുന്ന രീതിയാണല്ലോ. ഇതിലൊരു മാറ്റം പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നതിനോട്, അങ്ങനെ കൊണ്ടുവന്നാൽ ഒരു കരാറിൽ ഒപ്പുവെക്കുന്ന 2 സ്ത്രീകളാണെങ്കിലും കുഴപ്പമില്ല, 2 പേർ എന്ന അർത്ഥത്തിലാണ് അതിനെ അംഗീകരിക്കുക? സ്വാഭാവികം പറ്റില്ല. കാരണം അത് മതപരമായ ഒരു നിർദ്ദേശമാണല്ലോ. നമ്മൾ ഈ കാലത്തോടൊപ്പം വായിക്കുക എന്നൊക്കെ പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, കാലത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കേ ആ പ്രസക്തിയുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് ആരാണ്? ഒരു സമിതി, അംബേദ്കർ നേതൃത്വം നൽകുന്ന ഒരു സമിതിയാണ്. അവർക്ക് ആ കാലത്തെക്കുറിച്ചും വരാൻ പോകുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത്. ഏത് നിയമങ്ങളും മനുഷ്യരുണ്ടാക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അതിന് കാലത്തിനനുസരിച്ച് എന്ത് വേണ്ടി വരും, മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബാക്കിയുള്ള എല്ലാവരും അംഗീകരിക്കണമെന്നോ എല്ലാ രാജ്യങ്ങളും ഈ നിയമവ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നോ അല്ല. മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പാലിക്കേണ്ട ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയതാരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്തിന് പ്രസക്തിയില്ല. അപ്പം അത് അന്നത്തെ കാലത്ത് ഉണ്ടായ എന്തോ ഒരു വിഷയം കൊണ്ടുണ്ടാക്കിയൊരു നിയമമാണ്, അത് ഈ 20-ാം നൂറ്റാണ്ടിൽ, അത് 6-ാം നൂറ്റാണ്ടിലതാണ്, 20-ാം നൂറ്റാണ്ടിൽ അത് മാറണം എന്ന് പറയുന്നതിന് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അത്തരം നിയമം ശരീഅത്തിന്റെ നിയമങ്ങൾ ആചാരം ഫോളോ ചെയ്ത് വരുമ്പോൾ സ്ത്രീകൾ ഒരു 2ാം കിട പൗരന്മാരാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ടല്ലോ. പുരുഷന്മാർക്ക് 1 മതിയെങ്കിൽ സ്ത്രീ അത് 2 പേര് വേണം, ആ ഉറപ്പ് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിൽ സ്ത്രീ ഒരു അള്ളാഹിന്റെ സൃഷ്ടിയാണല്ലോ എല്ലാം. ഒരു മതവിശ്വാസിയായ ഒരു സ്ത്രീക്ക് അത് തോന്നില്ല. കാരണം ഇത് എന്നെ സൃഷ്ടിച്ച, എന്നെ സംരക്ഷിച്ച, എൻ്റെ ശാരീരിക മാനസികമായ അവസ്ഥകളൊക്കെ അറിയുന്ന എന്നെ സ്രഷ്ടാവായ ദൈവം എനിക്കുണ്ടാക്കി തന്ന നിയമമാണ് എന്ന് ബോധമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് തോന്നുന്ന പ്രശ്നങ്ങളില്ല. അങ്ങനെ തോന്നുന്ന ഒരു മുസ്ലിമിനോട് മാത്രമേ എന്ത് ചെയ്യാൻ പറയുന്നുള്ളൂ, പുരുഷന്റെ ശാരീരിക മാനസിക അവസ്ഥയിൽ നിന്ന് ഒരു തരം താഴ്ന്ന രീതിയിൽ, തരം താഴ്ന്ന ഉദ്ദേശിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. തരം താഴ്ന്ന നമ്മൾ പറയണ്ടത് വ്യത്യസ്തമായ എന്ന് പറയാൻ മതി. ഈ അതിൽ ഒരു കഴിവിൽ ഏറ്റക്കുറവുണ്ടെന്നാണ്. തീർച്ചയായും അതുണ്ട് എന്നല്ല നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നതുമല്ലേ. പുരുഷന്മാരെക്കാൾ കഴിവുള്ള സ്ത്രീകളുണ്ടല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാവും. അത് വെച്ചിട്ടല്ലല്ലോ നമ്മൾ സമൂഹത്തിനെ വരെ. ഇപ്പോൾ നമ്മൾ ബസ്സുകളിൽ എന്തുകൊണ്ടാണ് സ്ത്രീകളിന് പ്രത്യേക ബോർഡ് വെക്കുന്നത്? ഇരിക്കാനുള്ള സൗകര്യം. ആ ബോർഡ് അത് അല്ല, ഇപ്പൊ ഇത്തരം നിയമങ്ങൾ ഇപ്പൊ മതത്തിന്റെ, ഞാൻ ഇസ്ലാം മാത്രമല്ല പറയുന്നത്, മതങ്ങളും സാമ്പ്രദായിക രീതികളിലും സ്ത്രീകൾ 2ാം കിടയാണെന്ന് കണക്കാക്കുകയും സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കുറയുകയും ചെയ്യുമ്പോൾ ഒരു ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾ എണ്ണം കുറവായിരിക്കും, പുരുഷന്മാർ മുഴുവൻ കയ്യേറും. അങ്ങനെ സീറ്റുകൾ കയ്യേറുന്നിടത്താണ് സംവരണം വേണ്ടി വരും. ഒരു സ്ത്രീക്ക് ഇപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ഒരു ബസ്സിൽ സ്ത്രീകൾ എന്ന് കാണുന്നത് കൊണ്ട് ഞാനൊരു 2ാം തരക്കാരിയാണ്, ഞാനൊരു കഴിവില്ലാത്ത ഒരു പബ്ലിക് സീറ്റിൽ ഇരിക്കാൻ കൊള്ളാത്ത, ജനറൽ സീറ്റിൽ ഇരിക്കാൻ കൊള്ളാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഇവിടെ പ്രത്യേക സീറ്റ് നൽകിയത്. ഇനിയിപ്പോൾ ഒരു ഹോട്ടലിൽ കയറുകയാണെങ്കിൽ ലേഡീസ് ടോയ്ലറ്റ്, ജെൻസ് ടോയ്ലറ്റ് വേറെ, അവിടെ നിന്ന് ഒരു 2ാം കിടക്കാരാണ് എന്ന് തോന്നണ്ടേയില്ലല്ലോ. ഇനി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സംവരണ സീറ്റിൽ, ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്ത്, സംവരണ സീറ്റിൽ മത്സരിക്കുന്ന ഒരു സ്ത്രീക്ക് ഞാൻ ഒരു 2ാം കിടക്കാരിയാണ് എന്ന് തോന്നേണ്ടതുണ്ടോ? തോന്നേണ്ടതുണ്ട്. സംവരണം എന്തിനാണ്? സംവരണത്തിന്റെ അടിസ്ഥാനം എന്താണ്? കൂടുതൽ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് സാമൂഹ്യ നീതിയിൽ അവസരങ്ങൾ കുറയുമ്പോൾ അവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു സാമൂഹിക പദ്ധതിയാണ് സംവരണം. അത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. സ്ത്രീയും പുരുഷനും തുല്യനാവുന്ന കാലത്ത് സംവരണങ്ങൾ എടുത്തു മാറ്റപ്പെടും. അപ്പോൾ കുറവുള്ളത് കൊണ്ട് സംവരണം നടപ്പാക്കപ്പെടുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഏത് 2ാം തരക്കാരിയാണ് എന്ന് തോന്നുന്നു എന്നുള്ള ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ അതിൽ ക്ലിയർ ചെയ്തത്. അങ്ങനെ മത്സരിക്കുന്ന ഒരു സ്ത്രീക്ക് എന്റെ അവകാശം, എനിക്ക് സ്വാഭിത്വമുള്ളൊരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ് സംവരണം ഏർപ്പാടാക്കുന്നത്. ദളിത് സംവരണവും സ്ത്രീ സംവരണവും മുസ്ലിം സംവരണവും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരം എന്നതിനപ്പുറത്ത് 2ാം തരക്കാരനാവുകയാണ്, അല്ലെങ്കിൽ 2ാം കിടയാവുകയാണ്, അല്ലെങ്കിൽ താഴ്ന്നത് കൊണ്ടാണ് എന്ന തോന്നൽ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല. ആയി നിലകൊള്ളുന്ന ഒരു സമൂഹത്തിൽ അവരെ ഉയർത്താനുള്ള ഒരു തീർച്ചയായും ഉണ്ട്, അതുണ്ട്.
അത് നമ്മൾ അംഗീകരിക്കുന്നു. ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സ്ത്രീക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടാം കിടക്കാരിയാണെന്നൊരു സ്ത്രീക്ക് തോന്നൂലേ എന്ന് പറഞ്ഞതിനുള്ള രണ്ട് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു മതവിശ്വാസിയായ സ്ത്രീക്ക് മാത്രം ബാധകമായ വിഷയമാണത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞത്. ഒന്ന്, ഇത് ഒരു മതവിശ്വാസിയായ ഒരു മതസമൂഹത്തിൽ മതത്തിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച ഈ സാക്ഷി വിഷയങ്ങൾ അല്ലെങ്കിൽ മതത്തിന്റെ മറ്റ് നിയമങ്ങൾ ആ സ്ത്രീക്ക് സ്വാഭാവികമായിട്ടത് തോന്നൂല. ഞാൻ ചോദിക്കുന്നത്, മതം പറഞ്ഞു എന്ന കാര്യം മാറ്റിവെച്ചാൽ മനുഷ്യയുക്തിയുമായി ചേർത്ത് വെച്ച് സമീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. മതം പറഞ്ഞു, അതിന് ഞാൻ ഫോളോ ചെയ്യുന്നു. അതിനപ്പുറത്ത് സാമാന്യമായ ശാസ്ത്രീയ യുക്തി, മാനവികമായ യുക്തി, ഇതൊന്നും അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. അല്ല, മതത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് അങ്ങനെ യുക്തി വെച്ച് വ്യാഖ്യാനിക്കാൻ കഴിയും? ഇപ്പൊ 5 നേരം നിസ്കരിക്കണമല്ലോ ഒരു മുസ്ലിം, ആരാധനയുടെ ഭാഗമാണല്ലോ, വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? വിശ്വാസത്തിന്റെ അതെ, അതിന്റെ എന്താ യുക്തി? അപ്പൊ എന്റെ യുക്തി ഇപ്പൊ നിസ്കരിക്കാത്ത ഒരാൾ, ഞാൻ പറയാണ് ഞാൻ മുസ്ലിമാണ്, പക്ഷെ ഞാൻ 5 നേരം നിസ്കരിക്കൂല. അപ്പൊ ഇസ്ലാമിക ബോധമുള്ള ഒരു സമൂഹം, അങ്ങനെ ഒരു ടീം ഇവിടെ ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഉണ്ടായല്ലോ, ഇപ്പൊ 3 നേരം നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചേകൻ ഒരു വിഭാഗം ഇവിടെ രംഗത്ത് വന്നു. പിന്നെ നിസ്കാരം തന്നെ ഇല്ല എന്നുള്ള അവസ്ഥ. അങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ ഒരു വിഭാഗം വരുമ്പോൾ ഖുർആനിൽ സമയാസമയങ്ങൾ നിസ്കരിക്കാനേ പറയുന്നുള്ളൂ. അല്ല, 5 നേരമുണ്ട് കൃത്യമായിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ 5 നേരം അല്ലല്ല. ഖുർആൻ തന്നെ തെളിയിച്ചുകൊണ്ടാണല്ലോ ചേകനൂരിന് ആ വാദം തൽക്കാലം ഇങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലായത്. അപ്പൊ ഞാൻ പറഞ്ഞത്, പിന്നെ അങ്ങനെ ഒരു വിഭാഗം രംഗത്ത് വരുമ്പോൾ ഇത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കണം. എന്ത് യുക്തിയാണ് എന്ന് ചോദിച്ചാൽ യുക്തിയില്ല. ഇവിടെ വ്രതാനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമായ ജീവിതത്തിനപ്പുറത്ത് എല്ലാ മനുഷ്യർക്കും ഒരു സാമൂഹ്യ ജീവിതമുണ്ട്, ഒരു മുസ്ലിമിനും ഉണ്ട്. ആ സാമൂഹ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഇടപെടൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുസാറ്റിൽ ഒരു പൊതു യോഗമാണ്, കുസാറ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു യോഗം നടക്കുന്നു. അവിടെ ഒരു മറ കെട്ടി ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചിരിക്കുമ്പോൾ ആ സാമൂഹ്യ ജീവിതത്തിൽ അവർ പിൻപറ്റുന്ന ഒരു നയം എന്താണ്? യൂണിവേഴ്സിറ്റിക്ക് അകത്താണോ യോഗം നടന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ അവരുടെ വിശദീകരണം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കുസാറ്റ് ഒരു ക്യാമ്പസാണ്, ആ ക്യാമ്പസിലുള്ള കുട്ടികളുടെ ഒരു യോഗം ക്യാമ്പസിന് പുറത്താണ് നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ഇടകലരുകൾക്ക് ഇസ്ലാമിന് അതിൻ്റെതായ നിർദ്ദേശങ്ങളുണ്ട്, അതിൽ പാലിക്കേണ്ട സൂക്ഷ്മതകളുണ്ട്. ആ സൂക്ഷ്മത ഒരു മതവിശ്വാസിക്കും മതസമൂഹത്തിനും ബാധകമാണ്. അതിലുള്ള ആളുകൾക്ക് അത് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു ഇസ്ലാമിക വസ്ത്രധാരണ രീതി ഉണ്ടല്ലോ, അത് ധരിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് അത് പ്രയാസമില്ലെങ്കിൽ ഇല്ല, അതിന് ആളുകൾ ചോദ്യം ചെയ്യില്ലേ? ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു മുസ്ലിം കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടികൾ ഇതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് യുക്തിപരമായൊരു മറുപടി ഇല്ല. അത് മതത്തിന്റെ നിർദ്ദേശമാണ് ആണ്, അതിനപ്പുറത്തൊരു മറുപടി ഇല്ല. അതല്ലേ വേണ്ടതുള്ളൂ. കാരണം ഇത് മതവിശ്വാസിക്ക് മാത്രം ബാധകമാകുന്നതാണ്. അല്ലാതെ ഇപ്പൊ നമ്മള് ശാസ്ത്രീയമായ അടിത്തറയിൽ അതിനെ വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ ആളുകളുണ്ട്. ഒരു തരത്തിൽ ചിലപ്പോഴൊക്കെ അതൊരു തരം അപകർഷബോധത്തിൽ നിന്നുണ്ടാകുന്ന വ്യാഖ്യാനങ്ങളാണ്. ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ എല്ലാ ആശയങ്ങളും എല്ലാ കൽപ്പനകളും എല്ലാ നിർദ്ദേശങ്ങളും ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാൻ കഴിയും, വ്യാഖ്യാനിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ച് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതാണ് എന്നൊക്കെ ഉള്ളത് ഒരുതരം കോംപ്ലക്സാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില്ല. മതത്തിൻ്റെ നിർദ്ദേശം മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു അങ്ങനെ ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു യുക്തിയും ശാസ്ത്രമൊന്നും ഇല്ലാത്ത കാലത്താണെങ്കിലും, ഇനി ഇതിനേക്കാൾ ശാസ്ത്രവും യുക്തിയൊക്കെ വളരുന്ന കാലത്താണെങ്കിലും മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവന്റെ ബാധ്യത. ആൺകുട്ടികളും പെൺകുട്ടികളും ഇനി അതല്ല മിക്സഡ് സ്കൂളുകളിൽ പഠിക്കുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ ആ ഒരു നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മുസ്ലിം വിദ്യാഭ്യാസം ഇത്രയേറെ പുരോഗമിച്ചത് എങ്ങനെയാണ്? മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം വന്നതുകൊണ്ടാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ആൺകുട്ടികളും പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന 1930 ആ പ്രമേയം പാസ്സാകുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പേയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. ഈ സമസ്തയുടെ മദ്രസകളിൽ പെൺകുട്ടികൾ പരീക്ഷ എഴുതുമായിരുന്നില്ല. അവർക്ക് ഇന്ന് നമ്മൾ വേണമെങ്കിൽ വൈവാന്നൊക്കെ പറയണ മാതിരി ആൺകുട്ടികൾ പരീക്ഷ എഴുതുകയും പെൺകുട്ടികൾ പരീക്ഷ പറയുകയും ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉയർന്നു വരാത്തത്
എന്ന് അതൊരു മുസ്ലിങ്ങളുടെ വേദികളിൽ മാത്രം പറയുകയും പറയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിപ്പോകാറുണ്ട് പലപ്പോഴും വക്കം അബ്ദുൽ ഖാദർ മൗലവി. യഥാർത്ഥത്തിൽ സാന്ദർഭികമായി പറയട്ടെ, 100 വർഷം ആചരിക്കുന്ന കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യത്തെ യോഗത്തിൽ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇവിടെ സ്കൂളുകളിൽ അറബി ഭാഷാ പഠനത്തിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായാണ്. അവിടെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ചില ആളുകൾ, പ്രത്യേകിച്ച് സമസ്തയൊക്കെ ഞങ്ങൾ ഭയങ്കര നവോത്ഥാനത്തിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് അറബി പാഠപുസ്തകത്തിലുള്ള പാഠഭാഗം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്നു സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 1980കളുടെ അവസാനം 90കളുടെ ആദ്യമൊക്കെ കേരളത്തിൽ ആ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം നടത്തി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് അറബി പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം നടത്തി. അത്രയേറെ ഈ വിദ്യാഭ്യാസത്തോട്, നവോത്ഥാന പ്രവർത്തനങ്ങളോട്, എന്താ ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ ഇവരോട് ചെയ്തത്? ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിദ്യാഭ്യാസ പ്രവർത്തനം കേരളത്തിൽ തുടക്കം കുറിച്ചത് മുജാഹിദ് പ്രസ്ഥാനം. എങ്ങനെയാണ്? ആണും പെണ്ണും മുജാഹിദ് പ്രസ്ഥാനം ആരംഭിച്ച കോളേജുകൾ, ഇപ്പോൾ കേരളത്തിലെ അറബി കോളേജുകൾ എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കോളേജുകൾ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചല്ല അവിടെ പഠിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ ഉണ്ടെന്നേ പറയുന്നുള്ളൂ. ആ മര്യാദ ആർക്ക് മാത്രം ബാധകമാണ്? മറയില്ലല്ലോ എവിടെ? സ്കൂൾ ക്ലാസ്സിൽ ഇല്ല, ആവശ്യമില്ല. അങ്ങനെ മറ കെട്ടാതെ ഇപ്പൊ ഈ പറയുന്ന പരിഷ്കരണത്തിലേക്കൊക്കെ എല്ലാ പരിപാടികളിലൊന്നും നമ്മൾ മറ ഉപയോഗിക്കാറില്ല. പൊതുസമൂഹത്തിൽ അങ്ങനെ മറ കെട്ടുകയും അതിൽ ശാസ്ത്രീയത ഉണ്ടെന്ന് വാദിക്കുകയും ചെയ്യുന്ന കാര്യമില്ലല്ലോ. ഇല്ല, ഇത് ശാസ്ത്രീയത അല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതിനൊന്നും ശാസ്ത്രീയത വേണ്ടതില്ല. മതത്തിന്റെ കൽപ്പന മതി. അല്ല, ആ മതത്തിന്റെ കൽപ്പന ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ പൊതുസമൂഹത്തിന്റെ വിസിബിലിറ്റിക്ക് വേണ്ടി ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാം. അവിടെ അവർക്ക് അതിൻ്റെ സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ എന്താണ് അവരങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ പല പ്രോഗ്രാമുകളിൽ, ഇപ്പോൾ നമ്മളെ കോളേജുകളിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് പഠിക്കും. ഇപ്പോൾ ജാമിയ നദിവയുടെ വണ്ണ, അതേപോലെ പിന്നെ മദീനത്തുൽ ഉലൂം പുളിക്കൽ, അല്ലെ സൊല്ലം സലാം അറബി കോളേജ് അരീക്കോട്, ഇവിടെയൊക്കെ നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ മറ ഉണ്ടാകാറില്ല. അപ്പം ചില സാഹചര്യങ്ങൾ, ഇപ്പം പബ്ലിക് പ്രോഗ്രാമുകൾ ചില സ്ഥലത്ത് നമ്മൾ മറ വെക്കാറുണ്ട്. കാരണം സ്ത്രീകൾ വരുന്ന, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്ന സ്ത്രീകൾക്ക് അവരുടെ മുലയൂട്ടൽ പോലെയുള്ള കാര്യങ്ങൾ, ഇനി അതിന് പ്രത്യേക സൗകര്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് ഉണ്ടാകാറില്ല. അത്ര നമ്മൾ ചെയ്യാറുള്ളത്. ഇസ്ലാമോഫോബിയ എന്ന് എപ്പോഴും പറയുന്ന ഇസ്ലാമിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ ഇങ്ങനെ പറയാനുള്ള ഇടയാക്കുന്നത് ഇത്തരം ഒരു കരുതലില്ലായ്മയുടെ ഭാഗമായിട്ട് കൂടിയാണ്. ഇപ്പോൾ സ്കൂളുകളിലെ സുംബ വരുമ്പോഴേക്കും അതിനെ വിമർശിക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഈ വിമർശനങ്ങൾ വരുമ്പോൾ ഇതെന്തൊരു എന്ന് ആളുകൾ ചിന്തിച്ചു പോകുന്നത് അങ്ങനെയാണല്ലോ. അല്ല, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മതപരമായ നിഷ്ഠ പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ. ഇത് എന്തിനാണ് എന്ന് ചോദിക്കാനുള്ള ഒരവസരം എല്ലാവർക്കും കൊടുക്കാമല്ലോ. ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ അതുണ്ടല്ലോ. അത് മാത്രമേ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ 100 പേര് ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഒരുമിച്ചിരിക്കുന്നതിന് ഒരു മാനദണ്ഡം ഉണ്ടല്ലോ, പരസ്പരം അഡ്ജസ്റ്റ്മെന്റിന്റെ. ഇപ്പൊ ഈ 100 പേര് ഒരുമിച്ചിടക്കുന്നിടത്ത് ഒരാൾ ഒരു 10 സ്ത്രീകൾ ഇസ്ലാമിക വസ്ത്രധാരണ രീതി സ്വീകരിച്ചു വരുന്നു. ഒരു 10 സ്ത്രീകൾ ഇസ്ലാം കൽപ്പിക്കാത്ത വസ്ത്രധാരണ രീതി സ്വീകരിച്ചു വരുന്നു. എന്തിനാണ് ഈ 10 ആളുകളെ കുറിച്ച് നമ്മളിങ്ങനെ അസ്വസ്ഥരാകുന്നത്? അതിന്റെ പേരിൽ ഇസ്ലാമിനെ ഒരു ഭയത്തോടു കൂടി സമീപിക്കേണ്ടതുണ്ടോ? അല്ല, ഞാൻ ഏതായാലും ചില കാര്യങ്ങളിൽ അതിലെല്ലാം ഈ രീതിയിൽ നിഷ്ഠയോടുകൂടി വേണം എന്ന് പറയുന്നതിൽ ഒരു മതവിശ്വാസിക്ക് അങ്ങനെ ജീവിച്ചുകൂടെ? പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റുകളും. ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവിടെ മതനിഷ്ഠകൾ പാലിക്കുന്ന സമൂഹങ്ങൾ നിലവിലില്ലേ? എന്തുകൊണ്ടാണ് ആ സമൂഹത്തെക്കുറിച്ചൊന്നും ആരും ഒരു ഭയത്തോടു കൂടി സംസാരിക്കാത്തത്? ഒരു പൊതുസമൂഹത്തിന്റെ നീതിബോധത്തിന് അപ്പുറത്തല്ലാത്തതുകൊണ്ടായിരിക്കാം. നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വിധത്തിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ ആളുകൾ വിമർശിക്കുന്നതിൽ തെറ്റുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന മതസമൂഹങ്ങൾ നിലവിലില്ലേ? ആ സമൂഹങ്ങളോടൊന്നും ഇത് കാണിക്കുന്നില്ലല്ലോ. കടുംപിടുത്തങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടായിരിക്കും. ഇല്ലേ? ഇപ്പൊ കന്യാസ്ത്രീകളുടെ അവരുടെ വസ്ത്രധാരണ രീതിയില്ലേ? അത് കന്യാസ്ത്രീകൾക്ക് മാത്രമല്ലേ ഉള്ളൂ, എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ ഇല്ലല്ലോ. എന്തുകൊണ്ട്? എല്ലാ ക്രിസ്ത്യാനികളും കന്യാസ്ത്രീകൾ ഉണ്ടല്ലോ. അതെ, അതൊരു സന്യാസ മഠത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളതാണ്. എന്തുകൊണ്ടാണ് പൊതുബോധം അതിനോട് ഒരു എതിർപ്പ് തോന്നാത്തത് ഈ മുസ്ലിം സമൂഹത്തോട് തോന്നുന്നത്? കന്യാസ്ത്രീ അവർ ആ മഠം സ്വീകരിച്ചവർക്ക് മാത്രം ബാധകമായിരുന്നു. ഈ വിശ്വാസം സ്വീകരിച്ചവർക്ക് മാത്രമല്ലേ?
ഇസ്ലാമിന്റെ വിശ്വാസം അവർ വന്നിട്ട് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വേണം എന്നുള്ള വാശികളില്ലല്ലോ. പൊതുസമൂഹത്തോട് മുസ്ലിം സമൂഹം അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ? ഞങ്ങൾ എവിടെയെങ്കിലും ഒരു പൊതു പരിപാടിക്ക് ഞങ്ങൾ വരണമെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ മറയിട്ട് തരണം എന്ന് മുസ്ലിങ്ങൾ ആവശ്യപ്പെടലുണ്ടോ? ഈ സുംബയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുന്നത്, സുംബ ഞങ്ങൾ ഒരു സ്കൂളിൽ സുംബ പൊതുവായി നടത്തപ്പെടുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സൂംബ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അതാണോ ഈ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുന്ന പ്രശ്നങ്ങൾക്കുള്ള ആത്യന്തികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നൊക്കെ ചോദിക്കാനും ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശമില്ലേ? അത് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അത്തരം ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പിന്തുണയുടെ കൂടി ആവശ്യമുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല നിർദ്ദേശങ്ങളും പിൻവലിച്ചു. സുംബ പോലും ഒരു മരവിപ്പിക്കപ്പെട്ട ഉള്ളത്. സ്കൂൾ സമയമാറ്റത്തിൽ പക്ഷേ ആ കടുംപിടുത്തത്തിൽ സർക്കാർ പിടുത്തം വിട്ടു. ഈ രാഷ്ട്രീയ പിന്തുണ എങ്ങനെയാണ് ഈ മത ജീവിതത്തിന്, ഇപ്പോൾ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനമൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് കേരളത്തിൽ, ഇന്ത്യയിൽ കിട്ടുന്ന രാഷ്ട്രീയമായ പിന്തുണയെക്കുറിച്ച്? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളും തമ്മിൽ രാഷ്ട്രീയ ബോധത്തിൽ പോലും വലിയൊരു അന്തരം നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുള്ള മുസ്ലിം സമൂഹമാണ് കേരളത്തിലേത്. അതുണ്ടാക്കിയെടുത്തത് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. ഇപ്പോൾ കേരളത്തിലുള്ള നമ്മൾ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും, ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, CPM ഒക്കെ പിന്നീട് കടന്നു വരുന്നതാണല്ലോ കേരളത്തിലേക്ക്. അപ്പോൾ ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വാതന്ത്ര്യ കാലം മുതലുള്ള ഈ 2 പ്രസ്ഥാനങ്ങളോടും 2 പ്രസ്ഥാനങ്ങളിലേക്കും മുസ്ലിങ്ങളെ അടുപ്പിക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരാണ് മുമ്പിൽ നടന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ മൊയ്തു മൗലവി എല്ലാവർക്കും വരാം. കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധികളെ സംസാരിക്കുമ്പോൾ കേരള ജമിയത്തുൽ ഉലമ ഐക്യസംഘത്തിൻ്റെ, മുസ്ലിം ഐക്യസംഘത്തിൻ്റെ 2ാമത്തെ യോഗത്തിലാണ് ഇങ്ങനെ ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കാനുള്ള തീരുമാനം വരുന്നത്. ഈ പണ്ഡിത സംഘടന രൂപീകരിക്കണം എന്ന പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ മൊയ്തു മൗലവിയാണ്. പലപ്പോഴും പൊതുസമൂഹത്തിന് മൊയ്തു മൗലവി ആര് മാത്രമാണ്? ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസിൻ്റെ നേതാവാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപീകരിക്കപ്പെട്ട പണ്ഡിത സംഘടന കേരള ജമിയത്തുൽ ഉലമ, അത് രൂപീകരിക്കണം എന്നുള്ള പ്രമേയം അവതരിപ്പിക്കുന്ന ആരാണ്? ഈ മൊയ്തു മൗലവിയാണ്. അതേപോലെ പിന്നീട് അതിൻ്റെ ഒപ്പുണ്ടായിരുന്ന ആൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, സീതി സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സീതി സാഹിബും ഒരേ പ്രായക്കാരാണ്, ഒരേ നാട്ടുകാരാണ്, ആ നിലയിൽ വന്നവരാണ്. ഇതിൽ 2 ചിന്താഗതികൾ ഈ മുസ്ലിം ഐക്യസംഘത്തിൽ പിന്നീട് ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരിലൊക്കെ ഉണ്ടായി. ഒരു വിഭാഗം ആളുകൾ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിന്നു. പോക്കർ സാഹിബിനെ പോലെയുള്ള ആളുകൾ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നിന്നു. കേരളത്തിലുണ്ടായ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ യൂണിറ്റ് തലശ്ശേരിയിലാണ്. അതിലുണ്ടായിരുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ്. ഈ നവോത്ഥാന സംരംഭത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ, അതായത് നേരത്തെ പറഞ്ഞ വഹാബികളെന്ന് പൊതുസമൂഹം ആക്ഷേപിക്കപ്പെട്ടിരുന്ന ആളുകളാണ്. 2ാമത്തെ യൂണിറ്റ് ഉണ്ടാകുന്നത് തിരുരങ്ങാടിയാണ്. കെ മൗലവിയെ പോലെയുള്ള ആളുകളും അതേപോലെ കെ ഉമർ മൗലവി പോലെയുള്ള ആളുകളാണ് അതിനും നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ബോധം മുസ്ലിങ്ങൾ പൊതു രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കണം, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ചേർന്ന് നിൽക്കണം എന്ന ബോധം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ആ പിന്തുണ, രാഷ്ട്രീയ പിന്തുണ അന്ന് കൊടുത്തത് മുസ്ലിം ലീഗിനായിരുന്നു ഏറിയ പങ്കും. ആ സ്വാധീനം ഇപ്പം മുസ്ലിം ലീഗിനകത്ത് മുജാഹിദുകൾക്കുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും അങ്ങനെ ഒരു രാഷ്ട്രീയ സ്വാധീനം എവിടെയെങ്കിലും ഉണ്ടാകണം, അത് വെച്ചിട്ടൊരു വിലപേശണം എന്നുള്ള ഒരു സമീപനത്തോടു കൂടി ഒരിക്കലും പ്രവർത്തിക്കാറില്ല. കഴിവുള്ള ആളുകൾ നേതൃത്വത്തിലേക്ക് വരും. അന്ന് കൂടുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആയി ബന്ധപ്പെട്ട ആളുകൾ നേതൃത്വത്തിലുണ്ടായിരിക്കാം, ഇന്ന് അത്തരം ആളുകൾ ഇല്ലായിരിക്കാം. പക്ഷെ എന്നാൽ പോലും മുസ്ലിം ലീഗുമായി അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായും സജീവമായ നല്ല നിലയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ എക്കാലത്തും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പരിശ്രമിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഈ വിലപേശലിന് മുജാഹിദുകൾ തയ്യാറായിട്ടില്ല. ഇതിപ്പം UDF-നോട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഭൂരിഭാഗം മുജാഹിദുകളും UDF-ന് പിന്തുണ കൊടുക്കുന്നവരാണ്. ഒരിക്കലും UDF-നോട് ഞങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നിങ്ങൾക്കാണ് പിന്തുണ നൽകുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രീയ വിലപേശലിന് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ശ്രമിക്കാറില്ല. മുജാഹിദുകൾ പഠിച്ച രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ നാടിനു വേണ്ടി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന പിന്തുണ കൊടുക്കുക എന്നുള്ള ഒരു ശൈലിയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൽ സ്വീകരിച്ചിരുന്നത്. അത് ലീഗിൽ കൂടുതൽ ഞങ്ങളാണ് എന്ന് പറയുന്ന സമസ്തക്കാർ, പ്രത്യേകിച്ച് EK സമസ്തക്കാർ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ലീഗിനകത്ത് ഇപ്പോൾ മുജാഹിദുകളുടെ
ഒരു സ്വാധീനം വർദ്ധിച്ചു വരുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമസ്തയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണോ ലീഗ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സമസ്തയിലെ ഒരു ചുരുങ്ങിയ സമയത്ത് സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗാണ്, ലീഗ് എന്ന് പറഞ്ഞാൽ സമസ്തയാണ് എന്ന് പറയാൻ ശ്രമിച്ച കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അത് നടക്കാതെ പോയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഷജറകൾ എന്നൊക്കെ പറയുന്ന ഒരു ടീം സമസ്തയിൽ രൂപപ്പെട്ട് വരാൻ തുടങ്ങിയത്. ഒരിക്കലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഭാഗീയത കാണാൻ കഴിയില്ല. സമസ്തയാണ് ഞങ്ങളുടേത്, അല്ലെങ്കിൽ മുജാഹിദാണ് ഞങ്ങളുടേത്, അങ്ങനെയല്ല. മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പൊതു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് മുസ്ലിം ലീഗ് ഇവിടെ വളർന്നു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന നേതാക്കന്മാർ എടുത്തു നോക്കുക, എല്ലാവരും ഇപ്പം ഈ പാണക്കാട് പൂക്കോയത്തങ്ങളായാലും ബാഫിക്കത്തങ്ങളായാലും ഒക്കെ പിന്നീടാണ് മുസ്ലിം ലീഗിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം വലിയ ജനകീയത ഉണ്ടായിട്ടുണ്ട് എന്നുള്ള മറ്റൊരു വിഷയം. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നതൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരും നേതാക്കളൊക്കെയാണ്. അത് ഇങ്ങനെ എല്ലാ കാലത്തും വളർന്നു വന്നിട്ട് ഓരോ കാലത്തും കഴിവുള്ള ആളുകൾ നേതൃത്വത്തിലേക്ക് വരും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ UDF കൊണ്ട് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനോടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിലപാട് സ്വീകരിക്കണം, ഒരിക്കലും അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിം ലീഗിനോടും ആവശ്യപ്പെടാറില്ല. കാരണം അതൊരു സംഘടനാപരമായി ഇപ്പം മുസ്ലിം ലീഗിൻ്റെ യോഗങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ ഈ പലരും പല ജാറങ്ങളിലൊക്കെ പോയിട്ട് നോമിനേഷൻ പൂരിപ്പിച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അയാൾ ജാറത്ത് പോയിട്ടാണ് നോമിനേഷൻ പൂരിപ്പിച്ച് കൊടുത്തത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയാറ്. അത് അയാളുടെ രാഷ്ട്രീയമാണ്, അത് അയാൾ ചെയ്യുന്നതാണ്. പക്ഷേ അയാൾ പാർലമെൻറ്റിൽ പോയിട്ട് പറയേണ്ടത് ജാറങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ നിയമസഭയിൽ പോയിട്ട് അയാൾ ജാറങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ വിഷയമുള്ളൂ. ജാറങ്ങളിൽ പോകുന്ന ആളുകൾ അമുസ്ലിങ്ങളായി അല്ലെങ്കിൽ മുനാഫിക്കുകളായി കരുതപ്പെടുന്നവരാണ് മുജാഹിദുകൾ. സ്വാഭാവികമായിട്ട് അവർക്ക് രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്നത് തെറ്റില്ല എന്നാണ്. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ മുസ്ലിങ്ങളാണ്ട്, മുസ്ലിങ്ങളല്ലാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ശിർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്തിന് അവർക്ക് വോട്ട് ചെയ്യാതിരിക്കണം? അങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞു നോക്കി പരാജയപ്പെട്ടതാണ് രഞ്ജിത്ത്. മുജാഹിദുകൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പരാജയപ്പെട്ടതാണ് ഇവിടെ ആളുകൾ. എന്നിട്ട് ഇവിടെ മുജാഹിദുകൾ പരാജയപ്പെട്ടു പോയി. അന്ന് ഇതൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ പറയേണ്ടി വന്നല്ലോ, സമസ്തയിൽ മുജാഹിദുകളുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. കാരണം സമൂഹ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ ഇവിടെയുള്ള പണ്ഡിതന്മാർ പുരോഹിതന്മാർ തീരുമാനിക്കുന്ന പോലെയൊന്നുമല്ല സമൂഹം മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്തിന് ഓർമ്മ ഉണ്ടാവും, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ വെച്ച് പ്രസ്താവന നടത്തണം, നമ്മൾ പള്ളികളിൽ വെച്ച് വിഷയം പറയണം എന്ന് മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു. പക്ഷേ സമസ്ത അതിൽ നിന്ന് പിന്മാറി. സമസ്ത പിന്മാറിയപ്പോൾ KNM-ന്റെ സംസ്ഥാന അധ്യക്ഷൻ TP അബ്ദുൽ ഖാദർ അതിന് പറഞ്ഞു, ഞങ്ങളിത് പള്ളിയിൽ നിന്ന് പറയും. അതിന് പിന്തുണ കൊടുത്തത് ഇവിടെയുള്ള സുന്നികളാണ്. കാരണം ആ വിഷയം പള്ളിയിൽ നിന്ന് പറയേണ്ടതാണ്, അത് വേറെ ഏതെങ്കിലും ഒരു താല്പര്യത്തിന് പള്ളിയിൽ നിന്ന് പറയുന്നത് മാറ്റിവെക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും ബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധം ഈ മതസംഘടനകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്ക് ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടു പോകും സമൂഹത്തിൽ ഈ പണ്ഡിതന്മാർ. ഇപ്പോൾ ഈ രാഷ്ട്രീയം പറയുന്ന പോലെ തന്നെയാണല്ലോ കേരളം, ഇന്ത്യ ഒരു മതേതര സമൂഹമാണ്. മതേതരത്വത്തെക്കുറിച്ചുള്ള ഒരു ഇസ്ലാമിക് കാഴ്ചപ്പാട് എങ്ങനെയാണ്? മതേതരത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഓരോ മതവിശ്വാസിക്കും അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അത് നൽകപ്പെടേണ്ടതാണ്. അത് തന്നെയാണ് നമ്മൾ അതിനോട് ഉള്ള കാഴ്ചപ്പാട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം അതായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ രൂപീകരണ കാലം മുതൽ പറഞ്ഞത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം ഇവിടെ ഈ ജനാധിപത്യത്തിലൂടെ വരാൻ പോകുന്ന എന്താണ്, കുറച്ച് മനുഷ്യന്മാരുടെ അധികാരമാണ്, കുറച്ച് മനുഷ്യന്മാരാണ് അധികാരം സമിതി. ഇത് ദൈവത്തിൻ്റെ ഭൂമിയാണ്, ഇവിടെ ആർക്ക് മാത്രമേ അധികാരം ഉണ്ടാകാൻ പാടുള്ളൂ, ദൈവത്തിന് മാത്രമേ അധികാരം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് ശരിയല്ല. കാരണം ഈ രാജ്യത്ത് ഇവിടെ എല്ലാവരും ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ നിയമ രൂപീകരണത്തിൽ നമ്മൾ കൂടി പങ്കാളികളാവണം. അത് ഇപ്പം എല്ലാവരും അംഗീകരിച്ചു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനത്തെക്കാൾ ഒരുപടി അപ്പുറത്തേക്ക് പോയി രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി. മുജാഹിദുകളുടെ നിലപാടാണ് ശരി എന്ന് മനസ്സിലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. അന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ മൗദൂദി പറഞ്ഞ ഈ ജനാധിപത്യം ബൗദ്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ് എന്നൊക്കെ മൗദൂദി പറഞ്ഞ, മൗദൂദിയുടെ ആശയം പിൻപറ്റിക്കൊണ്ട് കേരളത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ഒരു നിലപാട് കേരളത്തിലെയോ ഇന്ത്യയിലെയോ മുസ്ലിങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ
ഇന്ന് ഫാസിസത്തിനെതിരെ പറയാൻ പോലും ആരും ഉണ്ടാവുമായിരുന്നില്ല, ഒരു വേദി ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണത്. ജനാധിപത്യത്തെ പോലെ തന്നെ മതേതരത്വം പ്രധാനമാണല്ലോ. ഈ മതേതര ബോധത്തിൽ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും അവരവരുടെ മതം വിശ്വസിക്കുവാനുള്ള അവകാശം ഉണ്ടാവണം എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന സർവ്വമത സമഭാവന എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഒരു തരത്തിലും ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. സർവ്വമത സമഭാവന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസം പരസ്പരം കൂട്ടിക്കലർത്തുകയും എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങൾ നന്മയുടേതാണ് എന്ന് വിശ്വസിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും ഇപ്പം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ മതവിശ്വാസങ്ങളൊക്കെ ദൈവികമായിരുന്നു. അതിൽ പിന്നീട് കൈകടത്തലുകൾ വന്നതാണ് എന്നുള്ളതാണ്. കൈകടത്തലുകൾ വന്നു. അതിൽ ശരിയായ വിശ്വാസം ഇസ്ലാമിൻ്റെതാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു. മറ്റുള്ള ആളുകൾക്ക് അവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഞാൻ തുറന്നു തന്നെ പറയാമല്ലോ, നിങ്ങളങ്ങനെ ഒരു ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഞാനും ഒരു മുസ്ലിമാണല്ലോ. ഞാൻ ഏക ദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന ആളാണ്. ഞാൻ നിങ്ങളോട് ഏകദൈവത്തെ മാത്രം ആരാധിക്കണം എന്നതും ശരിയാണ്, ബഹുദൈവ വിശ്വാസവും ശരിയാണ് എന്ന് ഞാൻ പറയുന്നത് കാപട്യല്ലേ? നേരെ മറിച്ച് ഞാൻ പറയുന്നു ഏകദൈവ വിശ്വാസമാണ് എൻ്റെത്. ഒരു ബഹുദൈവ വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യാവകാശമുണ്ട്. അത് നമുക്ക് പറയാം. അതല്ലാതെ ഇപ്പം ഞാനെന്തിന് കാപട്യം പറയണം? എൻ്റെത് ഇത് ശരിയാണ്. അത് ഇപ്പം അത് മറ്റു മതവിഭാഗങ്ങളെ പറ്റി മാത്രമല്ല, ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള അവാന്തര വിശ്വാസങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ പറയാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നത് ശരിയാണ്. അതാണ് ഇസ്ലാമിൻ്റെ സിദ്ധാന്തം. എന്നാൽ ഈ ജാറങ്ങളിൽ പോയിട്ട് ഈ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നതും ശരിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എന്നെ വിലയിരുത്തുക? രണ്ടും ശരിയാണെന്ന് പറയണ്ട, പക്ഷേ എൻ്റെതാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കൊപ്പം സഹകരിച്ച്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞ കേരളത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും വിവാദം ഉണ്ടാകും. അത് ആഘോഷിക്കാൻ പാടില്ല, പൂക്കളിടാൻ പാടില്ല, ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, പായസം കുടിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എൻ്റെതാണ് ശരിയെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റൊരാളുടെ തെറ്റ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കണം എന്നുള്ളതാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശബരിമല സീസൺ വന്നാൽ രഞ്ജിത്ത് ഇപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമെങ്കിൽ ശബരിമല സീസൺ വരികയും അവിടത്തേക്ക് മാലയിടുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ? ഒരു ഹിന്ദു ഭക്ഷണം കഴിക്കുമോ? ഞാൻ കഴിക്കും. സാധാരണ ഒരു മാലയിടൽ ചടങ്ങ് നടത്തിയാൽ കഴിക്കാലോ. അതുവരെ നോൺ വെജ് കഴിച്ചിരുന്നെങ്കിൽ പിന്നെ നോൺ വെജ് കഴിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ വെജിറ്റേറിയൻ ഭക്ഷണമാണെങ്കിൽ അത് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതോട് തെറ്റില്ലല്ലോ. അങ്ങനെ കഴിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സാധാരണ കല്യാണങ്ങൾക്കൊന്നും വെജിറ്റേറിയൻ ആണെങ്കിൽ എഴുതപ്പെട്ട നിയമങ്ങളാവില്ല, പക്ഷെ സ്വാഭാവികമായും അങ്ങനെ നടക്കാറില്ല. അങ്ങനെ ഒരാൾ വരുന്നില്ല എന്നതുകൊണ്ട് അയാൾ വർഗീയവാദിയാണെന്നോ അയാൾ എന്നോട് എന്തോ ശത്രുതയുള്ള ആളാണെന്നോ ഞാൻ വിചാരിക്കണോ? വേണ്ടല്ലോ. അയാൾക്ക് എന്തുണ്ട്? അയാളുടെ വിശ്വാസപ്രകാരം. ഇനി അതിന്റെ അതിന്റെ അപ്പുറത്ത് തന്നെ പോവാം. നമ്മൾ ശബരിമല എടുക്കണ്ട. ഒരു നമ്പൂതിരി എൻ്റെ വീട്ടിൽ നോൺ വെജ് വിളമ്പുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല, എനിക്ക് അന്ന് വരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ അയാളോട് ഞാൻ ശത്രുത കാണിക്കുന്നില്ലല്ലോ. നോൺ വെജ് വിളമ്പുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള വേറെ അർത്ഥമുണ്ട്. നമ്പൂതിരി വരുമ്പോൾ ഒരു വെജിറ്റേറിയൻ ഐറ്റം കൊടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാലോ ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ ആ സദസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നോൺ വെജ് മാത്രമേ വെക്കൂ. വരുന്നുണ്ടോ വരുന്നില്ലോ എന്നുള്ളതല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അങ്ങനെ വരുന്ന ആളെ അല്ലെങ്കിൽ പങ്കെടുക്കാത്ത ഒരാളെ, നമ്മുടെ നാട്ടിൽ കല്യാണ വീട് ഉണ്ടാകുമ്പോൾ വെജിറ്റേറിയൻ ഇറച്ചി മീനൊക്കെ ഉള്ളിടത്ത് ഒരു വെജിറ്റേറിയൻ ഭക്ഷണം വെക്കും. അത് ആ വെജിറ്റേറിയൻ ആയ ആളുകളോട് കാണിക്കുന്ന റെസ്പെക്ട് ആണ്. അതെ, അതെന്തിനു വേണ്ടിയാണ്? ഒരു കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നവർ വിട്ടു നിൽക്കരുത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഒരു സദ്യ വിളമ്പുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പോയി ഒരു മതപരമായ ഭക്ഷണം കഴിക്കാലോ. ഒരു മതപരമായ ചടങ്ങാണെങ്കിൽ ഞാൻ മതപരമാണ്, എൻ്റെ മതവിശ്വാസത്തിന് യോജിക്കാത്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാതിരുന്നൂടെ? അതിൻ്റെ പേരിൽ ഞാൻ വർഗീയവാദിയോ ആവുമോ? അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം എടുക്കാം. ഭക്ഷണം ഹലാലായ ഭക്ഷണങ്ങൾ കഴിക്കാലോ. പച്ചക്കറി കഴിക്കുന്നതിന് ഹറാമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഹലാലായ ഭക്ഷണം അത് ഓണസദ്യ ആയതുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയും. ഈ ഹലാലും ഹറാമും വരുന്നതൊക്കെ വെറും എന്താണ് അറുക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നോൺ വെജുമായി ബന്ധപ്പെട്ടോ മാത്രമല്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പം മൊയ്തീൻ ഷെയ്ഖിൻ്റെ നേർച്ച
മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ നടക്കുന്ന നേർച്ച, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ പറയാം ഇടിയങ്ങര നേർച്ച. ഇടിയങ്ങര നേർച്ചയുടെ ഒരു ചോറ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ കഴിക്കില്ല. എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? അതെൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിങ്ങനെ അതേപോലെ എന്ന് പറയുന്നതേ ഇതൊരു ശത്രുതയാണ്. ഞാൻ സൗദി അറേബ്യയില് അൽ വല അൽ ബറ എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അൽ വല എന്ന് പറയുന്നത് ലവ് ദ ഇസ്ലാം എന്നുള്ളതാണ്. ഈ അൽ ബറ എന്ന് പറയുന്നത് അതൊരു എല്ലാ സമൂഹത്തിനും ഇങ്ങനെ വേറിട്ട് നിൽക്കലാണ്. അവിടെ കൂടിച്ചേരലുകൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വലാഹും ബറാവും ഒക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളെ തെറ്റായി മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. അത് പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചാൽ തീരും എന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ വലാവും ബറാവും ഒന്നല്ല ഇതിലുള്ള വിഷയങ്ങൾ. ഇപ്പോൾ ഓണത്തിൻ്റെ അല്ലെങ്കിൽ ഓണം ഒരു മതപരമായ ആഘോഷമാണ് എന്ന് പറയുന്ന ഹിന്ദുക്കളുണ്ട്. ഹിന്ദു സന്യാസിമാരിൽ ഒരുപാട് ആളുകളുടെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ പിന്നിൽ ഹിന്ദു മതത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്വാമിമാരും സന്യാസിമാരും ഉണ്ട്. അത് മനസ്സിലാക്കുന്ന, അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അയാൾ ഓണസദ്യയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, അയാൾ ആ ഓണത്തിന്റെ പ്രോഗ്രാമുകളിൽ നിന്ന് വിട്ടു നിന്നാൽ അതൊരു വർഗീയതയാണ്, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തതാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല. എല്ലായിടത്തുനിന്നും വിട്ടു നിൽക്കലാവുമ്പോൾ നമുക്കൊരു കോമൺ സ്പേസ് വേണ്ടേ എല്ലാവർക്കും? അതല്ലാത്ത നോമ്പ് തുറകൾ സംഘടിപ്പിക്കുമ്പോൾ നോമ്പെടുക്കാത്ത ആളുകൾ അവിടെ പോയി നോമ്പ് തുറ, ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ വിളിക്കുന്ന നോമ്പ് തുറകളിൽ പോലും എനിക്ക് തോന്നുന്നു ആളുകൾ പങ്കെടുക്കാറുണ്ടല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്കത് ആ വിഷയം ഒന്നുകൂടി ക്ലിയർ ആകാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മമ്പറം നേർച്ച, ഇടിയങ്ങര നേർച്ച, ഈ നേർച്ച സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം ഒരു മുജാഹിദ് പ്രവർത്തകൻ കഴിക്കില്ല. ഒരു സുന്നി ചോദിക്കുകയാണ്, ഒരു സമസ്തക്കാരൻ ചോദിക്കുകയാണ്, നമ്മൾ പിന്നെ ഇപ്പോൾ ഫാസിസ്റ്റുകളൊക്കെ ഇങ്ങനെ നമുക്കെതിരെ മുസ്ലിം സമൂഹത്തിനെതിരെ ഒന്നായി വരുമ്പോൾ നമുക്കൊരു സ്പേസ് വേണ്ടേ, നമുക്ക് എന്തുകൊണ്ടാണ് നേർച്ചയുടെ ഭക്ഷണം കഴിച്ചുകൂടാത്തത് എന്ന് ചോദിച്ചാൽ അത് വേണ്ടെന്നേ നമ്മൾ പറയുള്ളൂ. മറ്റുള്ള എല്ലാ കാര്യങ്ങളും റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ ഇപ്പോൾ അത് സ്വഹീഹായ ഹദീസാണോന്ന് അറിയില്ല, ഈ ഒരു ജൂത സ്ത്രീയുടെ മൃതശരീരം പോകുമ്പോൾ നബി തിരുമേനി എഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട്. അത് ഏത് ഹദീസിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു റെസ്പെക്റ്റ് ആണല്ലോ മറ്റു മതങ്ങളോടുള്ള. ആ റെസ്പെക്റ്റ് കാണിച്ചിട്ടുണ്ടെന്ന് സുന്നത്തിൽ അത് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആ റെസ്പെക്റ്റ് വിശ്വാസത്തെ ബലികഴിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നേ പറയുന്നുള്ളൂ. ആ റെസ്പെക്റ്റ് വേണം. ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞതിനേക്കാൾ പിന്നെ സ്വഹീഹായ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന വേറൊരു സംഭവമുണ്ട്. ഇപ്പം പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു വിഭാഗമാണ് മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ പ്രവാചകനെ ഏറ്റവും ദ്രോഹിച്ച ആളായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂൽ എന്ന് പറയും. ഇദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ മുസ്ലിമാണ്. ഈ മകൻ പ്രവാചകൻ ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകർ എൻ്റെ വാപ്പ മരിച്ചു, അദ്ദേഹത്തെ പൊതിയാൻ, മുസ്ലിമായിട്ടാണ് പരിഗണിക്കുന്നത് കപട വിശ്വാസം, അദ്ദേഹത്തെ പൊതിയാൻ അങ്ങയുടെ ഒരു വസ്ത്രം വേണം നബി എന്ന് പറഞ്ഞു. പ്രവാചകൻ വസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, മയ്യത്ത് നിസ്കരിക്കാനുള്ള സമയമാകുമ്പോൾ വിളിക്കുക, ഞാൻ വരാമെന്ന്. അങ്ങനെ പ്രവാചകൻ പോയി മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി മുന്നിൽ നിൽക്കാൻ. പിന്നിൽ ഉമറുല്ലാഹുനുണ്ട്, രണ്ടാം ഖലീഫയായിരുന്നു ഉമറുല്ലാഹൻ. ഉമറുല്ലാഹിന് പ്രവാചകന് മുമ്പിലേക്ക് കയറി നിന്നിട്ട് ചോദിച്ചു, അല്ല പ്രവാചകരെ, ആർക്കു വേണ്ടി നിങ്ങൾ ഈ നിസ്കരിക്കണത്? കാരണം മുസ്ലിം സമൂഹത്തിന് ഇത്രയേറെ ദ്രോഹം ചെയ്ത ഒരാളില്ല. പ്രവാചകന്റെ വ്യക്തിത്വത്തിന് പോലും, അതായത് പ്രവാചകന്റെ ഭാര്യയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ്. അയാൾക്ക് വേണ്ടിയാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്? കയറി നിന്ന് നിസ്കരിക്കുന്നത്. അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. ചിരിച്ചിട്ട് പറഞ്ഞു, ഉമർ ബാക്കിലേക്ക് നിൽക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ 700 പ്രാവശ്യം പൊറുക്കലിനെ തേടിയാൽ ഇദ്ദേഹത്തിൻ്റെ പാപം പൊറുക്കുമെങ്കിൽ അത് തേടാൻ ഞാൻ തയ്യാറാണെന്ന്. അപ്പോൾ അത്തരം പരിഗണനകളൊക്കെ നമ്മളുടെ വിശ്വാസത്തെയോ നമ്മളുടെ സംസ്കാരത്തെയോ ബലികഴിക്കാതെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചടങ്ങുകളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ ആ ഓണാഘോഷം കഴിഞ്ഞിട്ട് ആ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു പൊതുപരിപാടി, ഒരു റോഡ് നന്നാക്കൽ, നിങ്ങൾ ഇന്ന് ഓണത്തിൻ്റെ വകയിൽ റോഡ് നന്നാക്കാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കണം എന്നാരും പറയുന്നല്ലേ ഭക്ഷണം എന്ന് പറയുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കപ്പെടുന്നതാണെങ്കിൽ എന്നുള്ളതാണ്. ഇതുപോലെ ഇപ്പോൾ ഒരു സുന്നീൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോകുന്നുണ്ട്, അതുപോലെയാണോ ഈ ഇടിയങ്ങര നേർച്ചയുടെ ഭക്ഷണം എന്ന് ചോദിച്ചാൽ അത് രണ്ടും രണ്ടല്ലേ?
ഈ ഭക്ഷണത്തിൽ ഈ ഓണത്തിന്റെ ഭക്ഷണത്തിൽ ഞാനത് അല്ല, നിങ്ങൾ ഓണം എന്ന് മാത്രം ഇങ്ങനെ പറയുമ്പോൾ അത് അല്ല, വേറൊരു അതാണ് തലത്തിലേക്ക് വലിയ ചർച്ചയാവുന്നത്. പോകുന്ന ഈ ഇടിയങ്ങനെ നേർച്ച എടുത്തോളൂ, നിങ്ങൾ രണ്ടും കൂടി പറഞ്ഞോളൂ. രണ്ടും കൂടി പറഞ്ഞോ. ഈ ഓണത്തിൻ്റെതായാലും നേർച്ചയുടേതായാലും അത് കഴിക്കാതിരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഇപ്പം ഇങ്ങനെ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ തക്ലീദ് എന്ന് പറയുന്ന ഒരു അന്ധമായ പിൻപറ്റൽ, അതിൻ്റെ ഭാഗമായിട്ട് ഈ മുജാഹിദുകൾക്കിടയിൽ തന്നെ നിലമ്പൂരിൽ സ്ഥലം വാങ്ങി ആടുമേക്കാൻ പോയവരും അതിന് പുറത്തേക്ക് ആടുമേക്കാൻ പോയവരൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്താണ്. ഇത് ഈ പറയുന്ന ഒരു അന്ധമായ പിൻപറ്റലിൻ്റെ ഭാഗമായി നടക്കുന്ന അത് ശരിയായ വിശ്വാസമാണെന്ന് തോന്നുന്നുള്ളത്. അതുകൊണ്ട് കാലഘട്ടത്തിൽ ആടുമേക്കലാണ് ഉണ്ടായിരുന്നത്. അതാണ് ശരിയെങ്കിൽ എല്ലാ കേന്ദ്രന്മാരും അങ്ങനെ ചെയ്യായിരുന്നല്ലോ. അത് ശരിയല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ആ പോയ ആളുകൾ വളരെ കുറച്ചായതും അവർ തന്നെ ഇപ്പോൾ എവിടെയുള്ളത് ആർക്കും അറിയാതാകുകയും ചെയ്തത്. അല്ല, അത് ഇതിൽ നിന്നാണല്ലോ വഴിവിട്ട് പോകുന്നത്. അല്ലല്ല, നമ്മളിത് അന്ധമായി ഇതിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു വിശ്വാസം സൂക്ഷിക്കണം. നമ്മുടെ വിശ്വാസവും നമ്മുടെ മതത്തിൻ്റെ പരികൽപ്പനകളും സൂക്ഷിക്കണം എന്ന് പറയുന്നതും അതിവാദങ്ങൾ ഉണ്ടാക്കി കുറേ ആളുകൾ ഏതെങ്കിലും തരത്തിൽ തെറ്റിപ്പോകുന്നു എന്ന് പറയുന്നത് രണ്ടും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത്തരം അതിവാദങ്ങളെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന അവരുടെ അവകാശമാണല്ലോ. ശരിയാണെന്ന് അവർക്ക് വിശ്വസിക്കാം, അതിപ്പോൾ ആർക്കും വിശ്വസിക്കാം. പക്ഷെ അതിന് മതത്തിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലില്ല എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. അല്ല, അവർ പറയുന്ന ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആടുമേക്കാൻ സിറിയയിലേക്ക് പോയത് പോലും അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. അതെ, ആ ആളുകൾ അതിനുള്ള പ്രമാണങ്ങളാണല്ലോ പറയേണ്ടത്. ആ രീതിയിലെ എല്ലാവരുടെയും അവകാശവാദം ഒരേ ഗ്രന്ഥത്തിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ ഈ ഒരു പ്രവാചകൻ, അത് ഖുർആൻ പ്രവാചകന്റെ ചര്യ, ഇതെങ്ങനെയാണ് ആ ഉത്തമ തലമുറയിൽപ്പെട്ട ആള്, ഞാൻ ആദ്യം നമ്മളെ സംസാരത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്, ഈ ഉത്തമ തലമുറ എങ്ങനെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു വരുമ്പോൾ സുന്നികൾക്കിടയിൽ കൂടുതലും ഇതിൻ്റെ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളത്. നമ്പർ ഓഫ് മുജാഹിദിയുടെ എണ്ണം കുറവാണെങ്കിലും പരമ്പരാഗത സുന്നികൾക്കിടയിൽ മുജാഹിദിയുടെ സ്വാധീനം 200 വർഷം കൊണ്ട് വർദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. ഇപ്പോൾ അതിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നമ്മൾ വളരെ സജീവമായി തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഒരു 10-15 കൊല്ലമല്ലേ ഉണ്ടാവുള്ളൂ വളരെ സജീവമായി തുടങ്ങിയിട്ട്. ഈ 15 കൊല്ലം കൊണ്ട് കേരളത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുകയാണോ കുറയാണോ ചെയ്തത്? കൂടിയല്ലേ. അതുകൊണ്ട് നമ്മളുടെ പ്രയത്നം വെറുതെയായി എന്നോ അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല എന്നോ നമ്മൾ പറയേണ്ടതുണ്ടോ? സ്വാഭാവികമായും ഒരു 10 കൊല്ലം മുമ്പ് ഈ പറഞ്ഞതുപോലെയുള്ള CM അടവൂരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് പോലെയുള്ള അപകടകരമായ വാദങ്ങൾ ഇല്ലായിരുന്നു. പക്ഷെ അതിപ്പോൾ വന്നു എന്നതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദൗത്യം തെറ്റായിരുന്നു എന്നോ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ച ദൗത്യത്തിന് ഫലം കണ്ടിട്ടില്ല എന്നോ പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ മുടി വിവാദം വന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ളൊരു വാക്ക് ഞാൻ പറയാം, സനദ് എന്നൊരു വാക്ക് നമ്മൾ കേട്ടതാണല്ലോ. നബിയുടെ മുടിക്ക് സനദുണ്ടോ എന്ന് സമസ്ത ചോദിച്ചത്, ഈ കാന്തപുരത്തോട് ചോദിച്ചതാണല്ലോ സനദ് ഉണ്ടോ എന്നുള്ളത്. എന്താ ഈ സനദ് എന്ന് പറഞ്ഞാൽ? സനദ് എന്ന് പറഞ്ഞാൽ ഈ മുടി ആർക്ക് കിട്ടി, അയാൾക്ക് എവിടുന്ന് കിട്ടി, പരമ്പരയാണ്, അയാൾക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. ഇത് ഒരു മുടിയുടെ കാര്യത്തിൽ വേണം എന്ന് സമസ്ത പറയുന്നിടത്ത് എത്തിയില്ലേ? മുജാഹിദുകൾ വളരെ മുമ്പേ പറഞ്ഞൊരു കാര്യമാണത്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനവും മതത്തിൻ്റെ പേരിൽ, ഇപ്പോൾ ഖബറ് കെട്ടിപ്പോകുന്നു, ഞാൻ ഇടിയങ്ങര എന്ന് പറയാൻ കാരണം നമ്മുടെ അടുത്തുള്ളത് കൊണ്ടാണ്, അവിടെ നടക്കുന്ന ഏർപ്പാടുകൾ, ആചാരങ്ങൾ, അപ്പോൾ വാണിഭ നേർച്ച, ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതിന് പരമ്പരയുണ്ടോ? ഒരു മുടിക്ക് മാത്രം പോരല്ലോ, കർമ്മങ്ങൾക്കും വേണ്ടേ? അപ്പോൾ മുജാഹിദുകൾ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടോ, ബേസ് ഉണ്ടല്ലോ, ആ ബേസിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അത് ഇന്നും എത്തിയിട്ടുണ്ട്. അതാണ് ഈ മാറ്റങ്ങളൊക്കെ വിശ്വാസപരമായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലും കൊണ്ടോട്ടി നേർച്ച കുറേ കാലം ഇല്ലായിരുന്നു, അത് നിന്നു പോയിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയപ്പോൾ അതിനെതിരെ സമസ്തയിലെ തന്നെ ആളുകൾ വന്നു, ആ നേർച്ച ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഈ നേർച്ചകളിൽ നടക്കുന്ന പല അനാചാരങ്ങൾക്കെതിരെ രംഗത്ത് വന്നു. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഉമർ ഫൈസിൻ്റെ സംസാരത്തിൽ വന്നതുപോലെ നേർക്ക് നേരെ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ ബദരീങ്ങളോട് ഇന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ മമ്പുറം തങ്ങളെ ഞങ്ങളെ സഹായിക്കണേ എന്ന് മമ്പുറം തങ്ങളോട് ഇന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞിടത്തുനിന്ന് മാറിയിട്ട് ഞങ്ങൾ പറയണത് മമ്പുറം തങ്ങളെ ഞങ്ങൾക്ക് നിങ്ങൾ അള്ളഹാനോട് പറഞ്ഞിട്ട് ഞങ്ങളെ രോഗം മാറ്റിത്തരണം എന്ന് പറയുന്നിടത്തൊക്കെ എത്തി. അതൊക്കെ മാറ്റം തന്നെയാണ്. ആ മാറ്റം തുടരട്ടെ അല്ലേ? ആ മാറ്റം തുടരട്ടെ. തീർച്ചയായും ഞങ്ങളുടെ 100ാം വാർഷികം നടക്കാൻ നിങ്ങളുടെയൊക്കെ സഹകരണവും പിന്തുണയും അതിനുണ്ടാണ്. തീർച്ചയായും. ഓക്കെ.